ഹലോ, ബിൽഡിയർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. അപ്പോൾ നമ്മൾ RRB ALP എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിൽ ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേയും നമ്മൾ എല്ലാ ഷിഫ്റ്റിലുമുള്ള മാത്സ് ആൻഡ് റീസണിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സയൻസ് ആൻഡ് ജനറൽ അവയർനെസ് ഫസ്റ്റ് ഡേയിൽ മാത്രമേ നമ്മൾ നോക്കിയിട്ടുള്ളൂ. അതെനിക്കറിയാം, അത് വരുന്ന ഡേയ്സ് നമ്മൾ തരുന്നതായിരിക്കും. അപ്പൊ ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇനി അങ്ങോട്ടേക്ക് ഒരു ദിവസം ചോദിച്ച എല്ലാ ഷിഫ്റ്റിലെയും മാത്സ് ഒരുമിച്ചും റീസണിങ് ഒരുമിച്ചും പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആരും അതിനൊരു വേണ്ട എന്നുള്ള രീതിയിൽ ആരും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെയാണ് ഇന്നത്തെ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. തേർഡ് ഡേ 3 ഷിഫ്റ്റിലായിട്ട് ചോദിച്ചിട്ടുള്ള എല്ലാ മാത്സ് ക്വസ്റ്റ്യൻസും കൂടെ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ കുറച്ച് ലെങ്തി ആയിരിക്കും, കാരണം നമ്മൾ ഒരു വീഡിയോ ഒരു ഷിഫ്റ്റിന്റെ ചെയ്യുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു 30 മിനിറ്റ്സ് വരുന്നുണ്ട്. അപ്പൊ ഇത് എന്തായാലും ഒരു 1 hour എബോവ് വരും ഈ ഒരു വീഡിയോ എന്ന് പറയണത്. അപ്പം ക്ഷമയോടെ ഇരുന്ന് കാണുക. നമ്മുടെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ 3 വീഡിയോസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് തരുന്നതിന് പകരം ഒരു വീഡിയോ ആയിട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് തീർക്കാം എന്ന് വിചാരിച്ചു. അപ്പം ഒരു ഡേ ഇന്നിപ്പോ ഇത് തീർന്നു കഴിഞ്ഞാൽ നാളെ 4th ഡേ, മറ്റന്നാൾ 5th ഡേ, അങ്ങനെയാണെങ്കിൽ 3 ദിവസം കൊണ്ട് നമുക്ക് തീർത്ത് കഴിഞ്ഞാൽ ജെഇക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ജെഇയുടെ എക്സാംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയും കൂടെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചു. ഇനി അങ്ങോട്ടേക്ക് ടെക്നീഷ്യന്റെ ഇന്റൻസീവ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാലോ എന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ജെഇയുടെ നമുക്ക് വരും അല്ലെ, ALPയുടെ കഴിഞ്ഞാലേ നമുക്ക് ജെഇ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പം കട്ട് ചെയ്തിട്ടോ പകുതിയായിട്ടോ സമാധാനത്തിൽ 3 തവണയായിട്ടോ എങ്ങനെ വേണേലും നിങ്ങൾക്ക് കാണാം ഇത്. ഓക്കെ, ഷിഫ്റ്റ് 1, ഷിഫ്റ്റ് 2, ഷിഫ്റ്റ് 3 ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്തായാലും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, എൻ്റെ പേര് കീർത്തി എന്നാണ്. നമ്മുടെ ചാനൽ ബിൽഡ് യുവർ കരിയർ എക്സ്ക്ലൂസീവ് ആയിട്ട് സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എസ്പെഷ്യലി RRB ആൻഡ് SSC എക്സാംസിന് ആവശ്യമായിട്ടുള്ള കണ്ടന്റുകളും നോട്ട്സും ക്ലാസ്സുകളും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചാനലിൽ ഒന്ന് കയറി നോക്കുക, നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ടു നോക്കുക. കാണുന്ന വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ മാത്രം നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് തുടങ്ങാം. അപ്പൊ ഇന്ന് എന്താണ് നമ്മൾ ഷിഫ്റ്റ് 1 തേർഡ് ഡേ ഷിഫ്റ്റ് 1 ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ: if the mean of a data is 65 and its mode is 23, then find the median using empirical formula. അപ്പൊ നമ്മൾ ഒരു ഫോർമുല മാത്രമാണ് പഠിച്ചത്. ഞാൻ ഒരെണ്ണം മാത്രമാണ് നോക്കിയിട്ടുള്ളത്. കൂടുതൽ പഠിച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട. ഒരെണ്ണം അറിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. 3 മീഡിയൻ മൈനസ് 2 മീൻ. ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, മോഡ് എന്ത് തന്നിട്ടുണ്ട്, 23 എന്ന് തന്നിട്ടുണ്ട്. മീൻ തന്നിട്ടുണ്ട്, മീഡിയൻ ആണ് വേണ്ടത്. അപ്പം 3 മീഡിയൻ മൈനസ് 2 into 65 ആണ്. അപ്പൊ നമുക്ക് മീഡിയൻ എങ്ങനെ കിട്ടും, മീഡിയൻ എന്ന് പറഞ്ഞാല് 2 into 65 എന്ന് പറഞ്ഞാല് എത്രയാ കിട്ടുക, 130 അല്ലേ കിട്ടുക. അപ്പൊ 130 plus 23 divided by 3 ആണ് നമുക്ക് എന്ത് വരുന്നത്, മീഡിയൻ വരുന്നത്. ഓക്കെ, അപ്പൊ മീഡിയൻ ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ ഒരു ചെറിയ കാൽക്കുലേഷൻ മാത്രമേ ഇനി ഇവിടെ ബാലൻസ് ഉള്ളൂ. അപ്പൊ അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ആൻസർ എന്താണെന്ന് പറഞ്ഞു തരിക. ഓക്കെ, അപ്പൊ ഇത് കമന്റ് സെക്ഷനിൽ ആൻസർ പറയണേ. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ട്രയാങ്കിൾ ABC is similar to triangle DEF. അപ്പൊ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആയിട്ടുള്ള രണ്ട് ട്രയാങ്കിൾസ് ആണ്. ഓക്കെ, അപ്പൊ ഏതാണ്, ABCയും ഇവിടെ ഏതാണ്, DEFുമാണ് രണ്ട് ട്രയാങ്കിൾസ്. അതിനകത്ത് എന്ത് പറഞ്ഞിട്ടുണ്ട്, BC and DF 1/4 ആണ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, BC 1 ആണെങ്കിൽ EF 4 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പം നമ്മളോട് രണ്ട് ഏരിയാസിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ഏരിയ സ്ക്വയർ ബൈ ഏരിയ സ്ക്വയർ. രണ്ട് ട്രയാങ്കിൾസിന്റെ ഏരിയാസിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും. അപ്പം നമ്മൾ ഏതാണോ ആദ്യം DEF, ഓക്കെ, DEFും താഴെ ABCയും എടുത്തു. DEFിലുള്ളത് ഏതാണ്, EF ആണ്. അപ്പൊ എന്ത് ചെയ്തു, EF ബൈ BC ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പൊ നമുക്ക് എന്ത് വരും, 4 സ്ക്വയർ ബൈ 1 സ്ക്വയർ എന്ന് വരും.
16/1 എന്ന് വരും. അപ്പൊ നമ്മുടെ ആൻസർ എന്താ വരുന്നത്? 16 ആണ് വരുന്നത്. ഓക്കെ, 16 ആണ് വരുന്നത്. അപ്പൊ ഇതൊരു ട്രിക്ക് മെത്തേഡ് ആണ്. അപ്പൊ ഇത് മൈൻഡിൽ എപ്പോഴും ആലോചിച്ച് വെക്കുക. രണ്ട് ട്രയാങ്കിൾസിന്റെ വാല്യൂസ്, ട്രയാങ്കിൾ ഏരിയയുടെ വാല്യൂസ് ഒക്കെ ചോദിക്കുകയാണ്, റേഷ്യോ തന്നിട്ടുണ്ട് എന്നാണെങ്കിൽ ഇങ്ങനത്തെ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? രണ്ട് ഏരിയാസിന്റെ സ്ക്വയർ, ഈ തന്നിരിക്കുന്നതിനെ സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്തിട്ട് ഈ തന്നിരിക്കുന്ന വാല്യൂനെയും അവിടേക്ക് ഈക്വൽ ടു ഇട്ടിട്ട് സ്ക്വയർ ചെയ്യുക. അത്രയേ ഉള്ളൂ. ഓക്കെ, what is the median of the given observations? Okay, അപ്പൊ തന്നിരിക്കുന്ന ഒബ്സർവേഷൻസിൽ എത്രാമത്തെ ടേം ആണ്, എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കുക. ഇവിടെ കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എത്ര നമ്പേഴ്സ് കിട്ടുന്നുണ്ട്? n is equal to 15 എന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ മീഡിയൻ എന്തായിരിക്കും? ഓഡ് നമ്പർ ആയതുകൊണ്ട് തന്നെ മീഡിയൻ എന്ന് പറഞ്ഞാൽ 7 + 7 ആണ് 14 + 1 8 ആണ്. അപ്പൊ 8th ടേം ആണ് നമുക്ക് എന്ത് വരുന്നത്? മീഡിയൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇനി ഇവിടുത്തെ 8th ടേം ഏതാന്ന് നോക്കിയാൽ പോരെ? 20 എത്ര ടൈംസ് വരുന്നുണ്ട്? 20 6 തവണ വരുന്നുണ്ട് അല്ലേ? അത് കഴിഞ്ഞ് പിന്നെ എന്ത് വരുന്നുണ്ട്? 21 വരുന്നുണ്ട്. ആഫ്റ്റർ ദാറ്റ് 23 വരുന്നുണ്ട് 7th ടേം. 8th ടേം 25 ആണ് വരുന്നത്. സോ നമ്മുടെ മീഡിയൻ എന്താണ്? 25 ആണ് മീഡിയൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു തന്ന കാര്യം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇത് ഈവൺ നമ്പർ ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? ആ സെന്ററിലുള്ള രണ്ട് ടേംസ് ആഡ് ചെയ്യും അല്ലേ? a+b/2 ചെയ്യുമ്പോഴാണ് നമുക്ക് മീഡിയൻ കിട്ടുക. നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഈവൺ ആണെങ്കിൽ. ഇവിടെ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഓഡ് നമ്പർ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? സെന്ററിലുള്ള ടേം ആണ് മീഡിയൻ ആയിട്ട് എടുത്തത്. ഓക്കെ, അടുത്തത്, a sum of money lent at simple interest becomes 7/5 of itself in 4 years. Find the rate of annual interest. Okay, അപ്പൊ എത്രയാണ് ആവുന്നത്? 7/5 ആണ് ആവുന്നത് അല്ലേ? അപ്പൊ ഈ 5 ആണ് പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ട് എടുക്കുന്നത്. 7 എന്ന് പറയുമ്പോൾ 5ൽ 7 ആയിട്ട് മാറും അല്ലേ? അപ്പൊ ഇതാണ് ഫൈനലി അവിടെ ആവുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈനലി ആവുന്ന എമൗണ്ട് എന്ന് പറയുന്നത് അതാണ്. അപ്പൊ അവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് എത്രയാണ് പോകുന്നത്? 2 ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് പോകുന്നത് അല്ലെ? 5ൽ നിന്നും 7ലേക്ക് എത്താൻ പിന്നെ 2 ആണ് അവിടെ എന്താവുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് എമൗണ്ടിലേക്ക് ആഡ് ആവുന്നത്, പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക് ആഡ് ആവുന്നത് 2 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2 is equal to പ്രിൻസിപ്പൽ 5 ആയിട്ട് എടുക്കാം. 6 ടൈം 4 എന്ന് എടുക്കാം. ഇവിടെ എന്ത് ചെയ്യാം? 100 എന്ന് കൊടുക്കാം അല്ലെ? അപ്പൊ നമുക്ക് ഇനി ഇവിടെ എന്ത് കിട്ടും? 6 എന്ന് പറഞ്ഞാല് 2 × 100/5 × 4 എന്ന് പറയാം. ഇവിടെ 25 എന്ന് വരും, ഇവിടെ 5 എന്ന് വരും. 5 × 2 10% ആണ് നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത്. ക്ലിയർ ആയില്ലേ? 7/5 എന്ന് പറയുമ്പോൾ എന്താണ്? 5 ആയിരുന്ന പ്രിൻസിപ്പൽ ഇൻട്രസ്റ്റ് പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാവും? 7 ആവുന്നത്. ഓക്കെ, അപ്പൊ ഫൈനലി പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റും കൂടെ ആഡ് ആവുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് 7 എന്ന് പറയുന്നത്. ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് ഈ ഒരു രീതിയിൽ വേണം സോൾവ് ചെയ്യാനായിട്ട്. ഓക്കെ, അടുത്തത് ഞാൻ കുറച്ചൊന്ന് സ്പീഡിൽ പോകും കേട്ടോ, കാരണം നമുക്ക് കുറച്ചധികം ലെങ്ത് വരും എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ചധികം സ്പീഡിൽ പോകുന്നുണ്ട്. മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് സെക്ഷനിൽ പറയണം കേട്ടോ. ഓക്കെ, if 60% of a number is added to 120, the result is the same number. What is 60% of the same number? അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞിരിക്കണേ? ഒരു നമ്പറിന്റെ 60% നമ്മൾ എന്ത് ചെയ്യാണ്? എന്തിലേക്ക് ആഡ് ചെയ്യാണ്? 120ലേക്ക് ആഡ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ 120ലേക്ക് ആഡ് ചെയ്താൽ ഇങ്ങനെയാണ് വരിക. അത് ആ സെയിം നമ്പർ തന്നെയാണ് കിട്ടുക. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്? ആ നമ്പർ എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ? ഇവിടെ നോക്ക്, 60x + 1200 എന്ന് വരും. അപ്പൊ എത്ര വരും? എന്താ വരിക? 1260 അല്ലെ? 1200 അല്ല സോറി, നമുക്കിവിടെ എന്ത് വരും? 1200x + 60x എന്താ വരിക? 100x എന്നാണ് വരിക. 1200 + 60x. 60x ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ 40x is equal to 1200. x ന്റെ വാല്യൂ നമുക്ക് എത്രയാ കിട്ടുക? 1200 /
14 കിട്ടും. ഇവിടെ എന്താണ് 4 3 ടൈംസ് ആണ്. അപ്പൊ എക്സിന്റെ വാല്യൂ 30 എന്നാണ് നമുക്ക് കിട്ടുക. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, അതിന്റെ 60. ഇവിടെ എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ പറ്റി, ഒരു സെക്കൻഡ് കേട്ടോ. ഈ 30യുടെ 60% ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 30യുടെ 60% എന്ന് പറയുമ്പം എങ്ങനെയാ വരിക, ഇവിടെ നോക്കിക്കോ, 6 3s are 18, 180 ആണ് 60% ആയിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ ആയില്ലേ? നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ ഫ്രാക്ഷണൽ ഫോമിൽ എഴുതുമ്പോൾ കറക്റ്റ് ആയിട്ട് എന്താണ് വരിക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് വരുന്നത് 640 ഡിവൈഡഡ് ബൈ 99 ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു മെത്തേഡിൽ വരിക. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, 6.464, അവിടെ എൻഡ് ആവുകയാണ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 6.40 ആണ്. അപ്പൊ അതുമല്ല 646 ഡിവൈഡഡ് ബൈ 99 ചെയ്യുമ്പോൾ എന്തായാലും 464646 എന്ന് വരില്ല. അപ്പൊ അതുമല്ല, പിന്നെ അവിടെ ബാലൻസ് ഉള്ളത് ഇത് മാത്രമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്, 640 ഡിവൈഡഡ് ബൈ 9 ആണ് ആൻസർ വരുന്നത്. ഓക്കെ ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി മാത്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പൊ അതിനകത്ത് നമ്മളോട് ചോദിച്ചത് സം ഓഫ് ദർ ഏജസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അമിതയുടെയും അമൃതയുടെയും സം ഓഫ് ഏജ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ അത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഡിഫറൻസ് ഇൻ ദർ ഏജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേ, 2 ദിവസത്തെ 2 ഷിഫ്റ്റിലായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ഒരേ ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിന്റെ ആൻസർ മാത്രം എന്താണ്, ചെറിയൊരു ട്വിസ്റ്റ് വന്നിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുള്ളവര് ഒന്ന് നോക്കുക, നോക്കിയിട്ട് ഈ ക്വസ്റ്റ്യന് ആൻസർ എനിക്ക് പറഞ്ഞു തരിക. Okay. There are 2 classes A and B. If 7 students are transferred from A to B. Okay. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, A, B എന്ന് 2 ക്ലാസ് ഉണ്ട്. എയില് X സ്റ്റുഡൻസും ബിയില് Y സ്റ്റുഡൻസും ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം എയിൽ നിന്നും 7 സ്റ്റുഡൻസ് പോയി എവിടേക്ക് ആഡ് ആയി, ബിയിലേക്ക് ആഡ് ആയി. ഓക്കെ, ആ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എന്താണ്, അപ്പം ഇപ്പൊ ബിയിലുള്ള സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, എയിലുള്ള സ്റ്റുഡൻസിന്റെ ട്വൈസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 into x minus 7 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം അതവിടെ ഓക്കെ ആയി. ഇനി എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, if 3 students were transferred from B to A. ഇനി ബിയിൽ നിന്നും 3 സ്റ്റുഡൻസ് എയിലേക്ക് പോയി കഴിഞ്ഞാല് അവിടെ എന്താവും, അത് ഈക്വൽ ആവും. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 2 ക്ലാസ്സിലെയും സ്റ്റുഡൻസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലെ. അപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ തന്നെ നമുക്ക് അതിനുള്ളൊരു ഐഡിയ കിട്ടും. അതായത് 3 പേര് ഇവിടെ നിന്ന് പോകുമ്പോൾ അവിടെ 3 ആഡ് ആവും, അവര് തമ്മിൽ എന്താണ്, അത് ഈക്വലും ആവും അല്ലെ. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇവിടെ നിന്ന് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു എക്സിന്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇവിടെ 2 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. എന്തൊക്കെയാ തന്നിരിക്കുന്നത്, ഇവിടത്തെ ഇതൊരെണ്ണം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും, y plus 7 is equal to 2x minus 14 എന്ന് കിട്ടും. ഈ -14 ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും, 2x minus y is equal to 14 plus 7 21 എന്ന് ഒരു ഇക്വേഷൻ കിട്ടും അല്ലെ. ഇനി ഇവിടെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടാൻ പോകുന്നത്, -3നെ നമ്മൾ +3നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും, -3 ആവും. -3 minus 3 -6 ആവും. അതിനിപ്പുറത്തേക്ക് കൊണ്ടുവന്ന +6, y minus x is equal to 6 എന്ന് നമുക്ക് ഇവിടുന്ന് കിട്ടും. ഓക്കെ, അപ്പം ഈ y minus 6നെ നമുക്ക് ഇതുമായിട്ട് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, y minus x is equal to 6 എന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇത് ആഡ് ചെയ്താൽ മതി അല്ലെ. 21
പ്ലസ് 6 എന്ന് പറഞ്ഞാൽ 27 ആണ്. ദെൻ y ക്യാൻസൽ ആവും. x is equal to 27 എന്ന് കിട്ടും. ഇവിടെ നോക്കിക്കേ, നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ നിന്ന് 3 കുട്ടികൾ, അതായത് y-ൽ നിന്ന് x 27 ആണെന്ന് വിചാരിക്കും. ഓക്കെ, അതിന്ന് 7 കുട്ടികൾ ഇവിടെ ഈ ഒരു കണ്ടീഷൻ നോക്കണ്ട, ഇവിടത്തെ കണ്ടീഷൻ നോക്കാം. ഇവിടെ നിന്ന് 3 പേര് ഇങ്ങോട്ടേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പം ഇവിടുന്ന് 3 പേര് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ എ എന്താകും? ബിയിൽ നിന്ന് 3 പേര്, എയിൽ ഇപ്പൊ 27 കുട്ടികളാണ് ഉള്ളത്. ബിയിൽ നിന്നും എയിലേക്ക് 3 പേര് വന്നാൽ എയുടെ വാല്യൂ എത്രയാവും? 30 ആവും. എയിൽ 30 കുട്ടികളാണ്. അപ്പൊ ബിയിലും 30 ആണ് ഉള്ളത്. അപ്പൊ ഓൾറെഡി ബിയിൽ എത്ര കുട്ടികളാണ് ഉണ്ടായിരുന്നത്? 33 കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്, അല്ലെ? 33 കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവര് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എത്രയാണ്? 33 മൈനസ് 27 അല്ലേ ചെയ്യേണ്ടത്? അപ്പൊ എത്രയാ കിട്ടുക നമുക്ക്? 6 അല്ലേ കിട്ടുക? നമ്മുടെ ആൻസർ 6 ആണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? കുറച്ചൊന്ന് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ നമുക്ക് കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, മാക്സിമം സ്റ്റെപ്പുകൾ സ്കിപ്പ് ചെയ്യാം. അടുത്തത്, 2 persons drive towards each other from 2 places 56 km apart. The first person's speed is 12 km per hour and the second. Okay, അപ്പൊ എന്താണ്? ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് വരുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് സ്പീഡ് എങ്ങനെയാണ്? ആഡ് ചെയ്യാണ് ചെയ്യുക, അല്ലെ? സ്പീഡ് അപ്പം 12 plus 14 എത്രയാ കിട്ടുക നമുക്ക്? 26 km per hour ആണ് നമുക്ക് സ്പീഡ് കിട്ടുന്നത്. ഡിസ്റ്റൻസ് എത്രയാണ്? ഇതാ നോക്ക്, 56 ആണ് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. അവർ 4 കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസ് അവർ തമ്മിൽ ഉണ്ടാവുമ്പം 4 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും അവര് എത്ര സമയം എടുക്കും എന്നാ ചോദിച്ചിരിക്കണേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 56 മൈനസ് 4 ചെയ്താണ് നമ്മുടെ ഡിസ്റ്റൻസ് വരിക. 52 കിലോമീറ്റർ ആണ് നമുക്ക് എന്ത് വരുന്നത്? ഡിസ്റ്റൻസ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്താൽ മതി? ടൈം കണ്ടുപിടിച്ചാൽ മതി, അല്ലെ? ടൈം കണ്ടുപിടിക്കാനായിട്ട് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്, അല്ലെ? സ്പീഡ് എത്രയാണ്? 26 ആണ്. 2 hours ആണ് നമ്മുടെ സമയം എന്ന് പറയുന്നത്. 2 hours ആണ് സമയം. ക്ലിയർ ആയില്ലേ? എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ക്ലിയർ ആയില്ലേ? 2 പേര് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ തമ്മിൽ ഉണ്ടായിരുന്ന ഡിസ്റ്റൻസ് 56 കിലോമീറ്റർ ആണ്. നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ദേ സ്റ്റാർട്ട് ഡ്രൈവിംഗ് ടുഗെദർ, ഒരുമിച്ച് അവർ സ്റ്റാർട്ട് ചെയ്താൽ എത്ര സമയം കഴിയുമ്പോഴാണ് അവർ തമ്മിൽ 4 കിലോമീറ്ററിന്റെ ഡിസ്റ്റൻസ് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ -4 ഇടുമ്പോൾ 52 കിലോമീറ്റർ അവർ ട്രാവൽ ചെയ്യാനുള്ള സമയമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്, 2 hours. ക്ലിയർ ആയില്ലേ? അടുത്തത് സിംപ്ലിഫൈ ചെയ്യാനാണ്. അപ്പൊ ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല, കാരണം ഡിവിഷൻ വന്നു കിടക്കുന്നുണ്ട്. സിംപ്ലിഫിക്കേഷൻ ചെയ്യണം. ഇതിന് നമ്മളൊരു മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. 3 നമ്പേഴ്സിന്റെ, അതായത് 3 നമ്പേഴ്സിന്റെ ഇങ്ങനെയല്ല, എങ്ങനെയാണ് സ്ക്വയർ കണ്ടുപിടിക്കുക? സ്ക്വയർ ആണ് അല്ലെ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. 3 നമ്പേഴ്സിന്റെ സ്ക്വയർ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? അറിയാവോ? ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ലേ? എങ്ങനെയാ ചെയ്യാ? നമ്മൾ ആദ്യം 2 സ്ക്വയർ, അല്ലെ? 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാ കിട്ടുക? 4, അല്ലെ? രണ്ടായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. അപ്പൊ ഇത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നതിലും കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം? ഇത് കൺഫ്യൂഷൻ വരുന്നുണ്ട്, സ്ക്വയർ ട്രിക്കുകൾ പഠിക്കാൻ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? ഈ ഒരു മെത്തേഡ് നമുക്ക് അറിയാം, അല്ലെ? 3 ഡിജിറ്റ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യേണ്ട മെത്തേഡ്, അത് ചെയ്താലും കുഴപ്പമില്ല. 4 എന്ന് കിട്ടും. ഇവിടെ 6 plus 6 എത്രയാണ്? 12 ആണ്. 2 ബാലൻസ് 1, 4 2s are 8, 4 2s are 8, 8 plus 8 എത്രയാണ്? 16 ആണ്. പ്ലസ് 9, 16 plus 9 എന്ന് പറയുമ്പോൾ 25 എന്ന് വരും. സോ ഇവിടെ
5 ഇവിടെ ഒരു ബാലൻസ് 1 ഉണ്ട് 26 അപ്പൊ ഇത് 6 എന്ന് വരും ഇവിടെ ബാലൻസ് 2 വരും then 4 3s are 12 12 plus 12 എന്താണ് 24 ആണ് plus 2 26 ആണ് അപ്പൊ 6 ബാലൻസ് 2 then ഇവിടെ 4 into 4 16 16 plus 2 18 186624 ആണ് ഇവിടെ വരുന്നത് 4 യൂണിറ്റ് ഡിജിറ്റ് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റണം അപ്പൊ നമുക്ക് എന്ത് വരും 18.6624 എന്ന് വരും മൈനസ് 264 നമുക്ക് ഈ ഒരു സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം 264 into 264 ചെയ്യാം അപ്പൊ നമുക്ക് എന്ത് കിട്ടും 4 4s are 16 6 balance 1 6 4s are 32 32 plus 32 എന്ന് പറയുമ്പോൾ സോറി 6 4s are 24 24 plus 24 48 ആണ് 48 plus 1 എന്ന് പറയുമ്പോൾ 49 ആണ് ബാലൻസ് 4 വരും then 8 8 plus 8 16 16 plus 36 16 plus 30 40 46 46 plus 6 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും 52 വരും 52 plus 4 എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് എത്രയാണ് 52 plus 4 56 എന്ന് വരും 6 ബാലൻസ് 5 then 6 2s are 12 12 plus 12 എത്രയാണ് 24 ആണ് 24 plus 5 24 plus 5 എന്ന് പറയുമ്പോൾ 29 so ഇവിടെ 9 എന്ന് വരും then balance 2 വരും 2 2s are 4 4 plus 2 എത്രയാണ് നമുക്ക് വരിക 6 ആണ് വരിക അല്ലേ അപ്പൊ നമ്മുടെ ആൻസർ എത്രയാ വരിക 69696 4 പോയിന്റ് ആണ് വരുന്നത് അപ്പോൾ 6.9696 ഡിവൈഡഡ് ബൈ 1.68 എന്നാണ് വരുന്നത് ഓക്കെ അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലേ എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം അറിയില്ലേ ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇതിന്റെ ആൻസർ എത്രയാണ് എന്നുള്ള കാര്യം ഒന്ന് പറയാം ഓക്കെ അപ്പം ഇത് സിമ്പിൾ ആണ് നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും അടുത്തത് cos 45 by tan 30 plus cot 60 is equal to which of the following options okay അപ്പൊ നമുക്ക് ഇവിടെ cos 45 യുടെ വാല്യൂ എന്താണ് 1 by root 2 ആണ് ഡിവൈഡഡ് ബൈ tan 30 യുടെ വാല്യൂ എന്താണ് 1 by root 3 ആണ് cot 60 യുടെ വാല്യൂ എന്ത് തന്നെയാണ് 1 by root 3 ആണ് അപ്പൊ ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം 1 by root 2 into ഇതിവിടെ എന്താവും രണ്ട് ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റർ ആഡ് ചെയ്താൽ മതി 2 by root 3 എന്ന് വരും അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം root 3 by 2 എന്ന് എഴുതാം അല്ലെ അപ്പൊ നമുക്ക് ആൻസർ എന്താ വരിക root 3 by 2 root 2 എന്ന് വരും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ ഇതാ ഇവിടെ ഉണ്ട് അല്ലെ root 3 by 2 root 2 ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത് ക്ലിയർ ആയില്ലേ അടുത്തത് ഇതാ ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഒരു മെത്തേഡ് അറിയാം a is to b is equal to c is to d that implies a plus b by a minus b is equal to c plus d by c minus d ഓക്കെ റാഷണൽ നമ്പേഴ്സിനകത്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ് അതൊരു സ്പെഷ്യൽ ചാപ്റ്റർ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കാണാത്തവർ അതൊന്ന് സോറി റാഷണൽ നമ്പേഴ്സ് അല്ല റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിൽ ഓക്കെ അപ്പം അവിടെ ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റും ആ മെത്തേഡാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് എന്താണ് ഇവിടെ തന്നിരിക്കുന്നത് എക്സ് ബൈ വൈ ഇസ് ഈക്വൽ ടു 8/3 ആണ് അപ്പം നമുക്ക് എന്തറിയാം എക്സ് പ്ലസ് വൈ ബൈ എക്സ് മൈനസ് വൈ എന്ന് വെച്ചാൽ എന്താണ് 8 plus 3 by 8 minus 3 ആണ് ഓക്കെ അപ്പം 8 plus 3 എന്ന് വെച്ചാൽ എന്താണ് 8 plus 3 11 ആണ് 8 minus 3 5 ആണ് അപ്പം നമ്മുടെ ആൻസർ 11:5 എന്നാണ് റേഷ്യോ വരുന്നത് 11:5 ഓക്കെ അടുത്തത് if 1 cubic centimeter of marble weighs 25 grams a block of marble 28 cm wide and 5 cm thick weighs 112 kg. What is the length of the block? നമുക്ക് ബ്ലോക്കിന്റെ ലെങ്ത് ആണ് അപ്പം നമ്മൾക്ക് എന്ത് തന്നിട്ടുണ്ട് L into width into thickness then നമുക്ക് എന്ത് തന്നിട്ടുണ്ട് ഒരെണ്ണത്തിന്റെ വെയിറ്റ് തന്നിട്ടുണ്ട് 25 ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ആ ഒരു ബ്ലോക്ക് എന്താവുന്നത് 112 ആവുന്നത് അല്ലെ 0 0 0 3 0 വരും അല്ലെ നമുക്ക് ആ 0 ആവുന്നത് ഇതിന്ന് നമുക്ക് ഇനി L കണ്ടുപിടിച്ചൂടെ അല്ലെ ആ വെയിറ്റ് ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് ഇത്രയും ഈ ഒരെണ്ണത്തിൽ 25 ഗ്രാം വരുന്നത്
മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്രയും കിട്ടുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, വെയിറ്റ് കണ്ടുപിടിക്കാം അല്ലെ. എങ്ങനെ കണ്ടുപിടിക്കാം, 1 0 0 0 ഡിവൈഡഡ് ബൈ 28 into 5 into 25 എന്ന് ചെയ്താൽ മതി അല്ലെ. അപ്പൊ ഇവിടെ 28ഉം 112ഉം കൂടെ നമുക്ക് എങ്ങനെ പോവും, 4 ടൈംസ് പോവും. ദെൻ ഇവിടെ 40 നമുക്ക് എന്ത് ചെയ്യാം, 5ല് 8 ടൈംസ് പോവും. 100ല് 25 എത്ര ടൈംസാ പോവുക, 4 പ്രാവശ്യമാണ്. അപ്പൊ 8ൽ എത്ര പ്രാവശ്യം പോവും, 32 തവണ പോവും അല്ലെ. അപ്പൊ നമ്മുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 32 സെന്റിമീറ്റർ ആണ് നമുക്ക് ലെങ്ത് കിട്ടുന്നത്. ക്ലിയർ ആയില്ലേ എന്താ ചെയ്തത് എന്നുള്ളത്. ഒരു ക്യൂബിക് സെന്റിമീറ്റർ മാർബിളിന്റെ വെയിറ്റ് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ 112 kgയുടെ ബ്ലോക്കിലേക്ക് ഇക്വേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ലെങ്ത് കണ്ടുപിടിക്കുകയാണ് ചെയ്യണത്. ക്ലിയർ ആയില്ലേ. അടുത്തത്, a person saves 30% of his monthly income. If his monthly income increases by 20%, he saves 20% more than his previous savings. The percentage increase in the expenditure is. Okay. അപ്പോൾ ഇവിടെ നോക്ക്, 100ല് എത്ര 30% സേവ് ചെയ്യുന്നുണ്ട്. അപ്പൊ എക്സ്പെൻഡിച്ചർ എത്രയാ വരുന്നത്, 70 ആണ് വരുന്നത് അല്ലെ. ഇനി ഇവിടെ നോക്ക്, 120 ഇൻകം 120 ആയിട്ട് മാറുകയാണ്. അങ്ങനെ ആവുന്ന സമയത്ത് എത്ര സേവ് ചെയ്യുന്നുണ്ട്, പ്രീവിയസിനേക്കാളും 20% സേവ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പം 10% 3 ആണ്, 20% എന്ന് പറയുമ്പോൾ 6 ആണ്. സോ 36 സേവ് ചെയ്യുന്നുണ്ട്. എത്രയാ വരുന്നത്, 84 ആണ് അവിടെ എക്സ്പെൻഡിച്ചർ വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഡിഫറൻസ് ആണ് കാണേണ്ടത്. ദാറ്റ് മീൻസ് 70ൽ നിന്നും എത്ര പെർസെൻറ്റേജ് കൂടിയിട്ടാണ് അത് 84 ആയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി, 84 into 100 ഡിവൈഡഡ് ബൈ 70 ചെയ്താൽ മതി. കട്ട് ചെയ്തു, ഇവിടെ നമുക്ക് എന്ത് കിട്ടും, 12 എന്ന് കിട്ടും. 120 ആണ് വരുന്നത്. ദാറ്റ് മീൻസ് 20% ഇൻക്രീസ് ആണ് എക്സ്പെൻഡിച്ചറിൽ ഉണ്ടാവുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 48 men can do a piece of work in 5 days, while 40 women can do the same work in 9 days. Okay. In how many days can 4 men and 6 women together complete the same work? Okay. അപ്പൊ 48 പുരുഷന്മാര് 5 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുന്ന വർക്ക് 40 സ്ത്രീകള് എത്ര ദിവസം കൊണ്ടാ തീർക്കുന്നത്, 9 ദിവസം കൊണ്ടാണ് തീർക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് നമുക്ക് മെൻ ബൈ വിമൺ ചെയ്യാം അല്ലെ. മെൻ ബൈ വിമൺ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്, ഇതാ ഇവിടെ നോക്കിക്കേ. ഇവിടെ നമ്മള് മെൻ ബൈ വിമൺ ചെയ്യുമ്പം ഇവിടെയുള്ള വിമണ്ണെ താഴേക്ക് കൊണ്ടുവന്നു. ഇവിടെ ബാലൻസ് 40/9 ആണ്. ഇവിടെ നിന്ന് നമ്മൾ എന്തിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, 48/5 ഇപ്പുറത്തേക്കും കൊണ്ടുവന്നു. അപ്പൊ ഇത് 8 എന്ന് നമുക്ക് കിട്ടിയില്ലേ. ഇനി ഇവിടെ എന്ത് കിട്ടും, 6 എന്ന് കിട്ടും. 9/6 ആണ്. 9/6 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 3/2. ഓക്കെ, 3/2 ആണ് വരുന്നത്. അതായത് പുരുഷന്മാര് ഒരു ദിവസം 3 വർക്ക് ചെയ്താൽ സ്ത്രീകള് 2 വർക്കാണ് ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യണത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കണം അല്ലെ. ടോട്ടൽ വർക്ക് നമുക്ക് ഈ വർക്ക് നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിലേക്ക് ഇട്ട് കൊടുത്താൽ പോരെ. എന്ത് ചെയ്താൽ മതി, 48 മെന്ന് 3 ദിവസം 3 വർക്ക് വെച്ച് 5 ദിവസം ചെയ്താൽ കിട്ടുന്നതാണ് ടോട്ടൽ വർക്ക് അല്ലെ. 3 into 5 എത്രയാണ്, 15 ആണ്. 48 into 15 എന്ന് പറയുമ്പോൾ നമുക്ക് ടോട്ടൽ 720 വർക്കാണ് അവിടെ ഉള്ളത്. ഈ ഒരു 720 വർക്ക് നമ്മൾ എങ്ങനെയാ ചെയ്യാൻ ചോദിക്കുന്നത് നമ്മളോട്, 4 പുരുഷന്മാരും 6 സ്ത്രീകളും ഒരുമിച്ച്. അപ്പൊ 4 പുരുഷന്മാര് എന്ന് പറഞ്ഞാല് എത്ര വർക്ക് ചെയ്യുന്നവരാണ് 4 പുരുഷന്മാര്, 3 വർക്കാണ് അവര് ചെയ്യുക അല്ലെ. പ്ലസ് 6 സ്ത്രീകള് 2 വർക്ക് ചെയ്യുന്ന 6 സ്ത്രീകള്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 720 ബൈ ഇവിടെ ഇനി എന്താ കിട്ടാൻ പോകുന്നത്, നമ്മൾ എന്ത് ചെയ്യും, 12 + 12 24 ആണ്. ഓക്കെ, 24ന്റെ ഇവിടെ എന്താ വരിക, 24 into എത്രയാ വരിക, 3 ആണ് 72 അല്ലെ. 3 ആണ് 72. സോ 30 ദിവസം എടുത്തിട്ടാണ് അവർ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. 30 ദിവസം എടുത്തിട്ടാണ് അവർ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യണത്.
ഓക്കെ ആണോ? അപ്പോൾ ഇത് ഇത്രയും സമയം എടുത്തു, ഞാൻ എന്നും പറയുന്നത് പോലെ ഇത് ഇത്രയും സമയം എടുത്തു എന്ന് വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ട് ചെയ്യുമ്പം സമയം എടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കാൽക്കുലേഷൻസ് മാത്രം ചെയ്തിട്ട് ഈ എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇവിടെ ഒന്നും M/W എന്നോ TW എന്നോ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. കാൽക്കുലേഷൻ മാത്രം. ഞാൻ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അത് മാത്രം ചെയ്താൽ മതി അല്ലേ? നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവാനായിട്ടാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് ഇത് എഴുതി വെക്കുന്നത്. ആ സെയിം കാര്യം തന്നെയാണ് എക്സാമിനും. നമുക്ക് മാത്രം മനസ്സിലായാൽ മതി നമ്മളവിടെ എന്താ ചെയ്യണത് എന്നുള്ള കാര്യം അല്ലെ? നമ്മുടെ 10th എക്സാം പോലെ ബോർഡ് എക്സാം പോലെ അല്ലാത്തത് കൊണ്ട് കാൽക്കുലേഷൻ ഒന്നും ആരും നോക്കില്ല. നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് മാത്രം അവിടെ കിട്ടിയാൽ മതി. സോ കാൽക്കുലേഷൻ നമുക്ക് മാത്രം മനസ്സിലാവുന്ന രീതിയിൽ എത്ര കുറച്ച് എഴുതാൻ പറ്റുമോ അത്രയും കുറച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റും. സോ ഞാൻ ഇവിടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ എടുക്കുന്ന സമയം ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ എക്സാമിന് ആവശ്യമായിട്ട് വരുന്ന സമയമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യരുത്. അത്രയും സമയം നമുക്ക് എന്തായാലും എക്സാമിന് ആവശ്യം വരില്ല. ഇനി ഇവിടെ നോക്ക്, 36⁻1/6 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഒരു എക്സ്പൊണന്റ് 1/a⁻1/m എന്ന് പറഞ്ഞാൽ അവിടെ എന്താ അറിയോ അർത്ഥം? ഇതാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് 36 എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ 36നെ നമുക്ക് എന്തായിട്ട് പറയാം? 6√2 അല്ലെ? 6² ആണ് എന്തെന്ന് പറയണത്? 36 എന്ന് പറയണത്. ഇൻറ്റു ഇത് എന്ത് വരും? 6² ഇൻറ്റു 1/6 എന്ന് പറയാം നമുക്ക്. അപ്പൊ എന്ത് വരും? 6⁻2 ഇൻറ്റു 1/6 1/3 ³ എന്ന് പറയാം. ഓക്കെ, അങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് പറയാം? ³ എന്ന് പറയാം. ആ ³ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/6 1/3 ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? 6 1/3 നമുക്ക് ആൻസർ അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, രണ്ട് നമ്പേഴ്സിന്റെ LCM 84 ആണെന്ന് തന്നിട്ടുണ്ട്. ആ നമ്പേഴ്സിന്റെ റേഷ്യോയും തന്നിട്ടുണ്ട്. നമ്മളോട് സം ഓഫ് ദ നമ്പേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം LCM എന്ന് പറഞ്ഞാൽ എന്താണ്? അതിലുള്ള എല്ലാ നമ്പേഴ്സും ആണ് അല്ലെ? നമ്പർ എന്താണ്? 2x ഉം 3x ഉം ആണ്. അപ്പൊ ഇതിൽ കോമൺ ആയിട്ടുള്ളത് ഏതാണ്? x കോമൺ ആയിട്ടുണ്ട്, പിന്നെ 2 ഉണ്ട്, 3 ഉണ്ട്. അപ്പൊ LCM നമുക്ക് എന്ത് കിട്ടി? 6x ആണ് LCM. അതിൽ നിന്ന് x ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? x എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 84/6 ആണ്. ദാറ്റ് മീൻസ് 1, പിന്നെന്താ വരിക? 1 4 14 ആണ് x ന്റെ വാല്യൂ. നമ്മളോട് സം ആണ് ചോദിച്ചിരിക്കുന്നത്. 14 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 28 ആണ്, പ്ലസ് 14 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ നമുക്ക് 42 എന്ന് കിട്ടും. 28 പ്ലസ് 42 എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസർ 70 ആണ്. സോ നമുക്ക് ഇവിടെ എന്താ വരുന്നത്? 70 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ളത്? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെയിം ക്വസ്റ്റ്യൻ വാല്യൂ ചേഞ്ചിൽ നമ്മൾ കഴിഞ്ഞ ഷിഫ്റ്റിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവിടെ 984 ഗ്രാമും 23% ആയിരുന്നു. ഇവിടെ എത്രയാണ്? 200 ഗ്രാമും 25%. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? 25% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25/100 ആണ് അല്ലെ? അപ്പൊ ഇവിടെ നോക്കിക്കേ, 125 എന്ന് പറഞ്ഞാൽ എത്രയാ വരുന്നത്? 125 200 ആണ് അല്ലെ? അപ്പൊ 125നെ 1.6 ആണ്. 125 ഇൻറ്റു 1.6 ചെയ്യുമ്പോഴാണ് നമുക്ക് 200 കിട്ടുന്നത്. അപ്പൊ 100 ഇൻറ്റു 1.6 ചെയ്യണം അല്ലെ? 100 ഇൻറ്റു 1.6 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 160 ഗ്രാം എന്ന് കിട്ടും. അപ്പൊ ഒറിജിനൽ വെയിറ്റ് എത്രയാണ്? 160 ഗ്രാം ആണ് അവിടെ ഒറിജിനൽ വെയിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്? എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. If a retailer had sold an item at its marked price, he would have made a profit of 18%. Okay, if the marked price of an item is 826, what is the purchase price of the item? Okay, marked price ൽ എത്ര കിട്ടിയിട്ടുണ്ട്? ഏതോ ഒരു നമ്പറിന്റെ 118% ആണ് മാർക്കഡ് പ്രൈസ് അല്ലെ? അതുകൊണ്ടാണ് മാർക്കഡ് പ്രൈസിൽ കൊടുക്കുമ്പോൾ നമുക്ക് 18% കിട്ടുന്നത്.
അപ്പൊ ആ നമ്പർ എത്രയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? 826 into 100 divided by 118. നിങ്ങൾക്ക് എക്സാമിന് ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഈ സ്റ്റെപ്പ് എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ ഞാൻ എന്താ ചെയ്തത് എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം 826 divided by 118 എന്ന് പറഞ്ഞാൽ നമുക്ക് 7 എന്നാണ് കിട്ടുക. സോ നമ്മുടെ പർച്ചേസ് പ്രൈസ് എത്രയാണ്? 700 ആണ് പർച്ചേസ് പ്രൈസ് വരുന്നത്. ഓക്കെ, പർച്ചേസ് പ്രൈസ് വരുന്നത് 700 ആണ്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ചെയ്യുന്ന ആൻസേഴ്സ് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് നിങ്ങൾക്ക് തോന്നുവാണ്, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ചെയ്യുന്ന മെത്തേഡ് ഇത് തന്നെയാണ്. മെത്തേഡിൽ തെറ്റൊന്നും ഉണ്ടാവില്ല. മേ ബി കാൽക്കുലേഷനിൽ ചിലപ്പോൾ എറേഴ്സ് ഉണ്ടാവും. ഞാനിങ്ങനെ പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം എല്ലാ ക്വസ്റ്റ്യനും ഒന്നും ഞാനിവിടെ എഴുതി വെച്ചിട്ടല്ല നിങ്ങൾക്ക് പറയണത്. ക്വസ്റ്റ്യൻ കണ്ട് ഞാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആൻസർ പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പം ചിലപ്പോൾ കാൽക്കുലേഷനിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചെയ്യണോണ്ട് മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് മെൻഷൻ ചെയ്ത് തരിക. കാൽക്കുലേഷൻ ബാക്കിയുള്ളവർക്ക് തെറ്റുത്തരം പഠിച്ചു വെക്കേണ്ട എന്നുള്ളത് കൊണ്ട് മെത്തേഡ് ഏതും തെറ്റല്ല. ആ മെത്തേഡ് തന്നെയാണ് ചെയ്യേണ്ടത്. കാൽക്കുലേഷനിൽ മാത്രം ആഡ് ചെയ്യുമ്പോഴോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ എന്തെങ്കിലും ഡിജിറ്റിന്റെ വ്യത്യാസം കൊണ്ട് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെങ്കിലാണ് ഉണ്ടാവുക. അല്ലാണ്ട് ഞാൻ ചെയ്ത മെത്തേഡ് ഏതെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അത് ഉറപ്പായിട്ടും കമന്റ് സെക്ഷനിൽ പറയണം കേട്ടോ. ഈ ഒരു മെത്തേഡ് അല്ല, തെറ്റിപ്പോയിട്ടുണ്ട് എന്ന്. ഓക്കെ, ഒരു സ്ഫിയറിന്റെ സർഫസ് ഏരിയ എന്താണ്? 4πr² ആണ് അല്ലെ? എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 256 പൈ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ പൈ ക്യാൻസൽ ചെയ്തു. r² നമ്മളോട് ഡയമീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് 2r ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇനി 256 divided by 4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 6 എന്ന് കിട്ടും, 4 എന്ന് കിട്ടും. 64 ആണ്. അപ്പം റേഡിയസ് എത്രയാണ്? 8 ആണെന്ന് കിട്ടി. ഡയമീറ്റർ എത്രയാണ്? 16 മീറ്റർ ആണ് ഡയമീറ്റർ വരുന്നത്. ഓക്കെ, 16 മീറ്റർ ആണ് നമുക്ക് ഡയമീറ്റർ കിട്ടുന്നത്. അപ്പൊ ഇതോടെ എന്താണ് ഷിഫ്റ്റ് 1 ഡേ 3-ലെ ഷിഫ്റ്റ് 1-ലെ 20 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ചെയ്തു തന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയുക കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അധികം സമയം കളയണ്ട, നമുക്ക് ഷിഫ്റ്റ് 2-ലെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഷിഫ്റ്റ് 1-ൽ കണ്ട പല ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ റിപ്പീറ്റ് കാണാൻ പറ്റും. ഓക്കെ, നോക്കിക്കോ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്ക്. x plus 1/x is equal to 4. നമ്മളോട് ചോദിച്ചിരിക്കുന്ന വാല്യൂ x² plus 1/x²ന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ആദ്യത്തെ ഷിഫ്റ്റുകളിൽ ഏതൊക്കെയോ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തതിൽ വന്നിട്ടില്ലെങ്കിൽ പോലും നമ്മൾ മാത്സിന്റെ റിവിഷൻ ക്ലാസ്സുകൾ ചെയ്യുന്ന ടൈമിൽ അവിടെ ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുക അല്ലെ? a plus b ആണ്. അപ്പം a² plus 2a into b plus b² is equal to 60. ഇവിടെ x cancel ആവും. x² plus 1/x² is equal to 16 minus 2 എന്ന് പറയുമ്പോൾ 14 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. 14 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 42ന്റെ സ്ക്വയർ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം 42ന്റെ സ്ക്വയർ കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം എന്ത് ചെയ്യുക? 2² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. ആഫ്റ്റർ ദാറ്റ് 4 into 2 8. 8 into 2 എത്രയാണ്? 16 ആണ് അല്ലെ? 8 into 2 16 അല്ലേ? അപ്പൊ അവിടെ 6 ബാലൻസ് 1. ഇനി 4² എന്താ? 16 ആണ്. പ്ലസ് 1 17. 1764 ആണ് എന്ത്? 42ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് അറിയാത്തവരുണ്ടെങ്കിൽ, എങ്ങനെയാണ് 2 ഡിജിറ്റ് നമ്പറിന്റെ സ്ക്വയർ കണ്ടുപിടിക്കേണ്ടത് എന്ന് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, സ്ക്വയറിംഗ് ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തത്. The height of Ramesh and Suresh mud buildings are 8 cm and 15 cm. അപ്പൊ രമേശിന്റെ ബിൽഡിംഗ് എത്രയാണ്? 8 ആണ്. സുരേഷിന്റേത് എത്രയാണ്? 15 ആണ്. ഓക്കെ, ദെൻ ഇവര് തമ്മിലുള്ള ബിൽഡിങ്സിന്റെ ഡിസ്റ്റൻസ് എത്രയാണ്? 24 ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവരുടെ ടോപ്പിംഗ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഇവിടെ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 24 ആയിരിക്കും. ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണ്? 15 minus 8 ആണ്. 15 minus 8 എന്ന് പറയുമ്പം 7 ആണ് വരിക. ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിച്ചാൽ പോരെ? എന്ത് ചെയ്താൽ മതി? റൂട്ട് ഓഫ് 24² plus 7².
24 സ്ക്വയർ എത്രയാണ്? അറിയില്ലെങ്കിൽ ആ മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യുക. 576 പ്ലസ് 49 എന്നാണ് വരിക. എത്രയാ വരിക? 625 എന്ന് വരും. നമുക്ക് ആൻസർ 25 സെന്റിമീറ്റർ ആണ് അവരുടെ ടോപ്പ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ആ രണ്ട് ബിൽഡിങ്സിന്റെ ടോപ്പ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 25 സെന്റിമീറ്റർ ആണ്. ക്ലിയർ ആയില്ലേ? അടുത്തത്, after reducing the price by 24%, the price of an item is rupees 988. What is the original price of the item? അതായത് ഒരു കമോഡിറ്റിയുടെ 76% ആണ് എത്ര എന്ന് പറയുന്നത്? 988 എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ 100% എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം 76 98 ആവാൻ എന്ത് ചെയ്യണം? 76 into 13 ചെയ്യുമ്പോഴാണ് 988. അപ്പൊ 13 into 100 ചെയ്താൽ പോരെ? 13 into 100 ചെയ്യുമ്പോൾ 1300 ആണ് എന്ത് വരുന്നത്? ഒറിജിനൽ പ്രൈസ് വരുന്നത്. ഓക്കെ, ഒറിജിനൽ പ്രൈസ് എത്രയാണ്? 1300. അടുത്തത്, ഒരു സ്ഫിയറിന്റെ സർഫസ് ഏരിയ തന്നിട്ടുണ്ട്, ഡയമീറ്റർ. നമ്മൾ ഓൾറെഡി നേരത്തെ ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, അത് തന്നെയെന്ന് പറയാൻ പറ്റില്ല, ആ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? സ്ഫിയറിൻ്റെത് 4 into 22/7 into r സ്ക്വയർ ആണ്, is equal to 2124 into 7 plus 4/7 എന്ന് വരും അല്ലെ? ഇതല്ലേ നമുക്ക് വരിക? അപ്പൊ നമ്മൾ ഇനി ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇതെല്ലാം ഒന്ന് നമ്മൾ സോൾവ് ചെയ്യണം അല്ലെ? 2124 into 7 plus 4 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുക 872 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ എന്താ കിട്ടുന്നത്? 14872 into 7 by 7 into 4 into 22 എന്ന് കിട്ടും. ഇതാണ് നമുക്ക് r സ്ക്വയർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത്? ഇതൊക്കെ ഒന്ന് അങ്ങോട്ടേക്ക് സോൾവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ 7 7 ക്യാൻസൽ ആകും. 22 വെച്ചിട്ട് ഇത് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കിട്ടുക 676 എന്നാണ് കിട്ടുക. 676 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 169 എന്ന് കിട്ടും. 169 ആണെങ്കിൽ r എന്തായിരിക്കും? 13 ആണ്. ഓക്കെ, നമ്മൾ ഒരു ഡയമീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താ കിട്ടുക? 26 സെന്റിമീറ്റർ ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഡയമീറ്റർ ആയിട്ട് കിട്ടുന്നത്. 26 സെന്റിമീറ്റർ ആണ് ഡയമീറ്റർ. ഓക്കെ, ക്ലിയർ ആയില്ലേ എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം? ഇനി എന്തേലും കൺഫ്യൂഷൻ ഉണ്ടോ? ഓക്കെ ആയിട്ടില്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലേ? എന്ത് ചെയ്യാം? If 6 men and 8 boys can do a piece of work in 10 days, okay. അപ്പൊ എന്താണ്? 6 പുരുഷന്മാരും 8 ബോയ്സും കൂടെ ചേർന്നിട്ട് എത്ര ദിവസം വർക്ക് ചെയ്യും? 10 ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് എന്താണ്? 26 men അല്ലെ? 26 പുരുഷന്മാരും 48 ബോയ്സും കൂടെ 2 ദിവസം ചെയ്യണതാണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടും? റേഷ്യോ കണ്ടുപിടിക്കാം അല്ലെ? എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ എന്ത് കിട്ടും? 30m plus 40b is equal to 26m plus 48b എന്ന് കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? m എല്ലാം ഒരുമിച്ച് വരുമ്പോൾ ഇവിടെ 4m is equal to 8b എന്ന് വരും. m by b എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 8/4 എന്ന് കിട്ടും, which is equal to 2/1. ഒരു ആള് 2 വർക്ക് ചെയ്യുമ്പോൾ ഒരു ആൺകുട്ടി എത്ര വർക്കാ ചെയ്യണത്? 1 വർക്കാണ് ചെയ്യണത്. ഓക്കെ, അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം? ടോട്ടൽ വർക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിൽ ഏതിലേക്കെങ്കിലും ഇട്ട് കൊടുത്താൽ മതി അല്ലെ? 6 into 2 plus 8 into 1 into 10 ചെയ്താൽ മതി. 6 into 2 എന്താണ്? 12 ആണ്. 12 plus 8 എത്രയാണ്? 12 plus 8 20 ആണ്. 20 plus 10 എന്താണ്? 200 ആണ് അവിടെയുള്ള ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. ഈ 200 വർക്ക് ചെയ്യാൻ അവര് എത്ര പേരാണുള്ളത്? 15 പുരുഷന്മാര് 2 വർക്ക് വെച്ച് ചെയ്യും അല്ലെ? 20 ബോയ്സും കൂടെ വർക്ക് ചെയ്യും. അപ്പൊ എന്താ കിട്ടുന്നത്? 200 by 15 into 2 30 plus 20 50 അല്ലെ? ഇതാ എത്ര ദിവസം എടുക്കും? 4 ദിവസം കൊണ്ടാണ് അവർ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യണത്. 4 ദിവസം കൊണ്ടാണ് അവർ ആ വർക്ക് എന്ത് ചെയ്യണത്? കംപ്ലീറ്റ് ചെയ്യണത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? നമുക്കിനി എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
അടുത്തത് എന്താണ്? The cost of 12 pens and 7 pencils is rupees 233 if the cost of a pen is reduced by rupees 1.50. Okay. അപ്പം ഇതിനകത്ത് നമുക്ക് കുറച്ചൊന്ന് ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലം ആണ്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, 12 പെൻസിലും 12 പെന്നും 7 പെൻസിലും കൂടെ എത്ര രൂപയാണ്? 233 രൂപയാണ്. ഇനി ഇവിടെ നോക്ക്, നമുക്ക് ഒരു പെന്നിന്റെ വില എത്ര കുറഞ്ഞു? 1.5. അത് 2 പെന്നിന്റെ കേസിലാണ് അല്ലെ. അപ്പൊ എത്രയാണ്? x മൈനസ് 1.50 പ്ലസ് 3 പെൻസിൽ എത്ര രൂപയാ കുറഞ്ഞത്? y മൈനസ് 1 ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 48 കിട്ടി. ഇതൊന്ന് സോൾവ് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2x പ്ലസ് 3y is equal to 48 എന്ന് കിട്ടും. രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് അല്ലെ. ഇത് നമുക്ക് സോൾവ് ചെയ്യാം. ഇവിടെ ഇൻറ്റു 6 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 12x പ്ലസ് 18y is equal to 288 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് മൈനസ് ചെയ്യേണ്ടത്. 12x മൈനസ് ചെയ്തു. ഇവിടെ 288 മൈനസ് 233 എന്ന് പറയുമ്പോൾ നമുക്ക് 55 എന്ന് കിട്ടും. 18 മൈനസ് 7 എന്ന് പറയുമ്പോൾ നമുക്ക് 11y എന്ന് കിട്ടും. അപ്പൊ y-യുടെ വാല്യൂ എത്ര കിട്ടി? 5 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? എക്സിന്റെ വാല്യൂ ആണ് വേണ്ടത്. എക്സിന്റെ വാല്യൂ കിട്ടാനായിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്നിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി അല്ലെ. അപ്പം എന്ത് കിട്ടും? 7 into 5 എന്ന് പറഞ്ഞാൽ 35 ആണ് അല്ലെ. ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 35 ആണ്. 233 മൈനസ് 35 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 198 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് 12x is equal to 198 എന്ന് കിട്ടും. എക്സിന്റെ വാല്യൂ എന്ത് കിട്ടും? 198 by 12 എന്ന് പറയുമ്പോൾ നമുക്ക് 16 1/2 എന്നാണ് കിട്ടുന്നത്. 16 1/2 എന്നാണ് കിട്ടുക. ഓക്കെ, ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? രണ്ട് പെന്ന് എന്ന് പറയുമ്പം 16 1/2 എന്ന് പറഞ്ഞാൽ 16 into 2 32 plus 1 33/2 plus 3 into 5 33 plus 15 5 plus 3 8 48 rupees ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ കുറച്ച് ലെങ്തി ആണ് പ്രോബ്ലം ഞാൻ പറഞ്ഞതുപോലെ. പക്ഷെ എന്ത് ചെയ്യണം? നമ്മൾ മാക്സിമം കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടിയിട്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഒന്ന് റിവ്യൂ ഇട്ടിട്ട് നമ്മൾ ബാക്കിയെല്ലാം ചെയ്തു വരിക. സ്പീഡിൽ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് എല്ലാം ചെയ്തു വന്നിട്ട് അവസാനത്തേക്ക് ഈ ഒരു പ്രോബ്ലം മാറ്റി വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഓക്കെ, അടുത്തത് അരിത്തമെറ്റിക് മീൻ ആണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 9 9 എണ്ണം ഉണ്ട്. അപ്പൊ ഡിവൈഡഡ് ബൈ 9 ആണെന്ന് മനസ്സിലായി. സമ്മ് കണ്ടുപിടിക്കാം അല്ലെ. സമ്മ് എങ്ങനെ കണ്ടുപിടിക്കും? എന്താ ഇവിടെ നോക്ക്, 10 ഇവിടെ 12 പ്ലസ് 8 എത്രയാണ്? 20 ആണ്. 20 പ്ലസ് 10 30. ദെൻ 30 plus 20 എത്ര വരും? 30 plus 20 50. 50 plus 10 60. 60 plus 10 70 plus 10 80 plus 30 90 20 80 90 100 110. Okay, then 108 108 plus 4 എന്ന് പറഞ്ഞാൽ 112. 112 plus 3 115 plus 1 എത്രയാ വരിക? 126 എന്ന് വരും ട്ടോ. ഞാനിവിടെ എന്തോ ഒരെണ്ണം ആഡ് ചെയ്തതിൽ തെറ്റിയിട്ടുണ്ട്. 126 എന്നാണ് വരിക. അത് ഡിവൈഡഡ് ബൈ 9 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 14 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ 1 ടൈം പോകും. ബാലൻസ് എത്രയാ ഉള്ളത്? 3 ആണ്. 36 4 ടൈം 14 ആണ് നമുക്ക് മീൻ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതൊന്നുകൂടെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾ എന്തായാലും ചെയ്യുന്ന എനിക്ക് അറിയാം, എന്നാലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഇതൊന്ന് ചെയ്ത് നോക്കുക. ഇത് തന്നെ അല്ലേ കിട്ടുന്നതെന്നൊന്ന് കൺഫേം ചെയ്യാം. ഓക്കെ, അടുത്തത് the base area of a rectangular tank is 6500 square centimeter and the volume of water it contains is 2.6 cubic meters. What is the depth of the water in the tank? Okay, അപ്പൊ വോള്യൂം എന്ന് വെച്ചാൽ എന്താണ്? ഒരു ക്യൂബിന്റെ വോള്യൂം എന്താണ്? L into B into H ആണ് അല്ലെ. അതിന്റെ ഏരിയ എന്താണ്? L into B ആണ് ഏരിയ. അപ്പൊ L into B നമുക്ക് തന്നിട്ടുണ്ട് 6500. ഇവിടെ 2.6 എന്നാണ് തന്നിരിക്കുന്നത്. അതിനെ നമുക്ക് എന്ത് ചെയ്യാം?
ഇതിനെ തിരിച്ചോ അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ എങ്ങനെ വേണേലും നമുക്ക് ഇടാം, കുഴപ്പമില്ല. നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് നമുക്ക് 0.6y മീറ്റർ സ്ക്വയർ ആക്കിയിട്ട് നമ്മൾ എടുത്തു. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, വോള്യം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 0.65 into h എന്ന് പറഞ്ഞാൽ എത്ര തന്നിട്ടുണ്ട്, 2.6 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ h നമുക്ക് എന്ത് കിട്ടും, 2.6 by 0.65 into 100 into 100 ചെയ്യാം അല്ലെ. നമുക്ക് എന്ത് കിട്ടും, 260 divided by 65 എന്ന് കിട്ടും. നമ്മുടെ ആൻസർ 4 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, 4 മീറ്റർ ആണ് എന്ത് വരുന്നത്, ഡെപ്ത് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മോഡ് തന്നിട്ടുണ്ട്, മീൻ തന്നിട്ടുണ്ട്, നമ്മളോട് മീഡിയൻ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ എംപിരിക്കൽ ഫോർമുല നിങ്ങൾക്ക് അറിയാം അല്ലെ. അപ്പം അത് യൂസ് ചെയ്തിട്ട് എന്താണ് എംപിരിക്കൽ ഫോർമുല, മോഡ് ഇസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ ആണ്. ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ ഒന്ന് കണ്ടുപിടിച്ചിട്ട് എനിക്ക് കമന്റ് ചെയ്ത് തരിക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അടുത്തതിലേക്ക് പോവാം. At what rate of interest will one get rupees 520 as simple interest on rupees 1300 in 5 years? അപ്പൊ എന്താണ്, നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നിരിക്കുന്നത് 520 ആണ്. പ്രിൻസിപ്പൽ എമൗണ്ട് 1300 ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, 5 വർഷത്തേക്കുള്ളത് 100. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യണം, 6 കണ്ടുപിടിക്കണം. ഇവിടുന്ന് 100 ഇങ്ങനെ തന്നെ ക്യാൻസൽ ചെയ്യാം. 6 എന്ന് പറഞ്ഞാൽ എന്ത് വരും, 520 divided by 13 into 5 എന്ന് വരും. 13 into 4 ആണ്, അല്ല സോറി 13 into 4 ആണ് നമുക്ക് 520 വരിക. ദെൻ എന്ത് വരും, 8 എന്ന് വരും. സോ 8% ആണ് നമുക്ക് എന്ത് വരുന്നത്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത് 8% ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ചെയ്തത് എന്നുള്ള കാര്യം ക്ലിയർ ആയില്ലേ, ഇവിടെ എങ്ങനെയാ മെത്തേഡ് ചെയ്തത് എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, സിമ്പിൾ ആയിട്ട് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ALP കൂടുതലും ചോദിച്ചിരിക്കുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ആണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഞാൻ അധികം കണ്ടില്ല. ഓക്കെ, ഇവിടെ ഇത് നോക്ക്, 2/3 കൂടുതലും 4/5 കുറവുമായിട്ടുള്ള ഇതിലെ ഫ്രാക്ഷൻസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഒരു മെത്തേഡ് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇത് ഇവിടെ നോക്ക്, 2/3 9/11. ഓക്കെ, ദെൻ ഇവിടെ എന്ത് എഴുതാം, നമുക്ക് 4/5 എന്നും എഴുതാം. ഇവിടെ നോക്ക്, 22 9 3s are എത്രയാണ്, 27 ആണ്. അപ്പൊ ഇതാണ് വലുത്. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇത് നോക്കാം, 9 5s are എത്രയാണ്, 45 ആണ്, 44 ആണ്. ഇതാണ് ചെറുത്. അപ്പൊ സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല. സോ ഇതല്ല ആൻസർ. അടുത്തത് എന്ത് ചെയ്യാം, 2/3 5/6 4/5 6 2s are 12. ഇത് ഇങ്ങനെ എഴുതാതെ തന്നെ നമുക്ക് ചെയ്യാട്ടോ. എന്ത് ചെയ്യാം, ദാ ഇവിടെ നോക്ക്, 6 2s are 12 എന്ന് വരും, 3 5s are 15. അപ്പൊ ഏതാണ്, ഇതാണ് വലുത് വരുന്നത്. ഓക്കെ, അത് സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ ഇത് നോക്കി, ഇവിടെ 25 എന്ന് വരും, ഇവിടെ 24 എന്ന് വരും. സോ ഇതാണ് ചെറുത് വരുന്നത്, ഇതും കറക്റ്റ് അല്ല. അടുത്തത് നമുക്ക് നോക്കാം. എന്ത് ചെയ്താൽ മതി, 3 into 3 9 എന്ന് വരും, 4 into 2 8. അപ്പൊ ഏതാണ് വലുത് വരുന്നത്, സോറി അങ്ങനല്ല, 4 into 2 8. ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ആണ്. 3 into 3 9, 2/3 4/5. 3 into 3 9, 4 into 2 8. അപ്പൊ എന്താണ്, ഇതിനേക്കാൾ വലുതാണ് ഇത്. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇവിടെ 10, ഇവിടെ എന്താണ് 12 ആണ്. ഓക്കെ, അപ്പം 4/5 കുറവാണ് ഇത്, അതും എന്ത് തന്നെയാണ്, സാറ്റിസ്ഫൈഡ് ആണ് അല്ലെ. അല്ലെ, സോറി 3/4 ആണ് കേട്ടോ ഇവിടെ ചെയ്യേണ്ടത്. ഞാൻ എന്തൊക്കെയോ മണ്ടത്തരങ്ങളാണ് ചെയ്തു വെച്ചത്. 2/3 3/4 4/5. ഇവിടെ 8, ഇവിടെ 9. അപ്പൊ ഏതാണ്, ഇതാണ് വലുത്. ഇവിടെ 15, ഇവിടെ 12. ഏതാണ്, ഇത് തന്നെയാണ് വലുത്. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് ആൻസർ ഏതാ കിട്ടുന്നത്, ഇതാണ് ആൻസർ കിട്ടുന്നത്. ക്ലിയർ ആയോ? ഇവിടെ 4 into 4 16 ആണ് വരുന്നത്. അപ്പൊ ആൻസർ 3/4 ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
Find the smallest 4-digit number which is exactly divisible by each of 24, 40, 56. ഓക്കെ, അപ്പം LCM എന്ന് പറഞ്ഞാൽ നമുക്ക് LCM പ്രോപ്പർ ആയിട്ട് കിട്ടില്ല, കാരണം 4-digit നമ്പർ വേണം കിട്ടാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് LCM എടുത്തു കഴിഞ്ഞാൽ അതാണെന്ന് അറിയില്ല. അപ്പൊ നമുക്ക് ആൻസർ എന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പം ഇവിടെ നോക്കിക്കേ, 24 168 24 മൾട്ടിപ്ലൈ ആവുമോന്ന് നോക്കുക, 126 പോകുമോന്ന് നോക്കുക, 1080 നോക്കുക, 117 നോക്കുക. എന്നിട്ട് ഇതെല്ലാം 24, 40, 56 ഇത് മൂന്നെണ്ണത്തിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കുക, എന്നെ ഇൻഫോം ചെയ്യുക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A policeman whose speed is 10 km/h chases a thief running speed of 8 km/h. ഒരേ ഡയറക്ഷനിലേക്കാണ് അല്ലേ പോകുന്നത്. അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത്, മൈനസ് ആണ് ചെയ്യേണ്ടത്. 10 മൈനസ് 8 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സ്പീഡ് 2 km/h എന്ന് നമുക്ക് കിട്ടും. ഇനി ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, 100 മീറ്റർ ആയിട്ട് മാറി. അപ്പം സമയമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈ 2നെ നമുക്ക് മീറ്റർ/സെക്കൻഡ് ആക്കാൻ എന്ത് ചെയ്യണം, 5/18 ചെയ്യണം. 5/9 മീറ്റർ/സെക്കൻഡ് എന്ന് വരും. നമ്മളോട് ടൈം ആണ് ചോദിച്ചിരിക്കുന്നത്, ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ് ടൈം. അപ്പൊ 100 × 9/5 ചെയ്താൽ നമുക്ക് കിട്ടും. ഇപ്പം 500ൽ 20 ടൈംസ് ആണ് 180 മിനിറ്റ്. 180 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 സെക്കൻഡ് ആണ്, സോറി. എത്ര മിനിറ്റ് ആണ് വരിക, 3 മിനിറ്റിലായിരിക്കും ആ പോലീസുകാരൻ കള്ളനെ പിടിക്കുന്നത്. 3 മിനിറ്റിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ പോലീസുകാരൻ കള്ളനെ പിടിക്കാൻ എടുക്കുന്ന സമയം 3 മിനിറ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ എന്താ ചെയ്തത് എന്നുള്ള കാര്യം? ഓക്കെ ആയിട്ടില്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The internal bisectors angle Q and angle R of triangle PQR. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ഒരു ട്രയാങ്കിൾ വരച്ചു, PQR. ആംഗിൾ ക്യൂവിന്റെയും ആംഗിൾ ആറിന്റെയും ഇന്റേണൽ ബൈസെക്ടേഴ്സ് എവിടെ ഉണ്ടാക്കുന്നുണ്ട്, എസിൽ ഉണ്ടാക്കുന്നുണ്ട്. ആംഗിൾ P75 എന്നും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് പറയും, ഈ ഒരു ആംഗിൾ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ ആംഗിൾ 180 ആണ് അല്ലെ. -75 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, 105 എന്നാണ് കിട്ടുന്നത്. അപ്പൊ ഈ രണ്ട് ആംഗിൾസും നമ്മൾ എന്ത് വിചാരിക്കുകയാണ്, ഡിവൈഡ് ചെയ്യാണ്. ഈക്വലി ഡിവൈഡ് ചെയ്തിട്ട് എന്ത് കിട്ടി, ഒരിടത്ത് നമുക്ക് 51 എന്ന് നമുക്ക് കിട്ടും. 51 അല്ല, സോറി, 52.5 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈക്വൽ ബൈസെക്ഷൻ ആണ് അല്ലെ. അപ്പൊ ഈ 52.5ന്റെ പകുതി ആയിരിക്കില്ലേ ഈ ആംഗിളും ഈ ആംഗിളും. അപ്പൊ അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 52.5 അല്ലേ കിട്ടുക അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ടോട്ടൽ 180ൽ നിന്നും 52.5 മൈനസ് ചെയ്താൽ പോരെ. 180ൽ നിന്നും 52.5 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, 127.5 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ആൻസർ എന്താണ്, 127.5 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ക്ലിയർ ആയില്ലേ? സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആണ് 180 ഡിഗ്രി വരുന്നത്. ഓക്കെ, എ ഡീലർ ഗീവ്സ് എ ഡിസ്കൗണ്ട് ഓഫ് 30% ഓൺ ദ മാർക്ക്ഡ് പ്രൈസ് ഓഫ് ആൻ ഐറ്റം. ഓക്കെ, മാർക്ക്ഡ് പ്രൈസിൽ 30% ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പൊ എത്ര രൂപയ്ക്കാണ് അത് കൊടുത്തത്, 70%-നാണ് കൊടുത്തത്. എത്ര രൂപയാണത്, 12460. നമ്മളോട് മാർക്ക്ഡ് പ്രൈസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്താൽ മതി, 12460 into 100 divided by 70 ചെയ്താൽ മതി അല്ലെ. 00 1246 7ൽ എത്ര ടൈംസ് പോകും, 178 ടൈംസ് പോകും. മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയുന്നത് 17,800 റുപ്പീസ് ആണ്. ഓക്കെ, 17,800 രൂപയാണ് അവിടെ എന്ത് വരുന്നത്, മാർക്ക്ഡ് പ്രൈസ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആയില്ലേ എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ളത്? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ പേഴ്സൺ സെൽസ് ആൻ ഐറ്റം അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 25%. ഓക്കെ, if he had bought a price 20% less and sold it at a price of rupees 10.50 less, he would have made a profit of 30%. Find the purchase price of the item. കുറേ അധികം കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പം നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നതിലും നല്ലത് ഒരു സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. നമ്മളിവിടെ എന്ത് ചെയ്യാണ്, കോസ്റ്റ് പ്രൈസ് എക്സ് ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ,
അപ്പൊ സെല്ലിംഗ് പ്രൈസ് നമുക്ക് എത്രയാ തന്നിരിക്കുന്നത്? എക്സിന്റെ കൂടെ എക്സിന്റെ എക്സ് പ്ലസ് 25% ആണ്. 25%ന് നമുക്ക് 0.25x എന്ന് എഴുതിക്കൂടെ അല്ലെ? 25/100 എന്ന് പറഞ്ഞാൽ 0.25 ആണ്. അപ്പൊ നമുക്ക് ടോട്ടൽ എന്ത് കിട്ടി? 1.25x ആണ് നമുക്ക് സെല്ലിംഗ് പ്രൈസ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി പുതിയ കോസ്റ്റ് പ്രൈസ് ഇവിടെ എത്ര പറഞ്ഞിട്ടുണ്ട്? ഇതാ എന്ത് പറഞ്ഞിട്ടുണ്ട്? 20% കുറവിൽ വാങ്ങുകയാണ് അല്ലെ? അപ്പൊ എക്സിൽ നിന്നും എത്ര കുറവാണ്? 0.20x കുറവായിട്ട് വാങ്ങുകയാണ്. അപ്പൊ എത്ര രൂപയ്ക്കാണ് വാങ്ങിയത്? 0.8x ആണ് പുതിയ കോസ്റ്റ് പ്രൈസ്. അങ്ങനെയാണെങ്കിൽ ഇനി എന്താണ്? 10 രൂപ 50 പൈസ കുറവിൽ വിൽക്കുന്ന സമയത്ത് 30% പ്രോഫിറ്റ് കിട്ടി എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ദാ SP എന്ന് പറഞ്ഞാൽ 1.25x ആണ്, മൈനസ് ആ SP യിൽ നിന്നും 10 രൂപ 50 പൈസ കുറച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുന്നത്? 30% പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് അല്ലെ? 0.8ൽ നിന്നും 30% പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പൊ ഇനി ഇവിടെ എന്ത് കിട്ടും? ഇത് നോക്ക്, നമ്മളിവിടെ 1.25x മൈനസ് 8 3s are 24 ആണ്. 0.24 1.04x എന്നാണ് വരിക കേട്ടോ. പ്ലസ് ഇവിടെ പ്ലസ് 0.8x എന്നും കൂടെ ചെയ്യണം. കാരണം എന്താണ്? നമ്മൾ ഇവിടെ ഓൾറെഡി ആ ഒരു 20%ന്റെ 80% വാങ്ങിയിരിക്കുകയാണ് അല്ലെ? അപ്പൊ ഇവിടെ ഒരു 0.8x കൂടെ നമ്മൾ ആഡ് ചെയ്തു, പ്ലസ് 0.8x is equal to 10.50 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? 1.25x മൈനസ് 1.04x is equal to 10.50. ഇവിടെ x എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 10.50 divided by 1.25 minus 1.04 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? 0.21 ആണ്. 10.50 divided by 0.21 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 50 രൂപയാണ് പർച്ചേസ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 50 രൂപയാണ് കോസ്റ്റ് പ്രൈസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ 25/100x എന്ന് എടുക്കുന്നതിന് പകരം 0.25 എന്ന് എടുത്തു. ഓരോന്നും അത് തന്നെയാണ്. ഡിവൈഡഡ് ബൈ 100 ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? പ്രോപ്പർ ആയിട്ട് അതിന്റെ ഡെസിമൽ പോയിന്റ് എടുത്ത് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സ്റ്റെപ്പുകൾ കുറയ്ക്കാനായിട്ട് അങ്ങനെ ചെയ്താണ്. എന്നിട്ടും വലിയ സ്റ്റെപ്പിൽ കുറവൊന്നുമില്ല. സ്റ്റെപ്പ് അത്യാവശ്യം സ്റ്റെപ്സ് ഒക്കെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് വൃത്തിയായിട്ട് പഠിക്കുക. അടുത്തത് ദാ നമ്മൾ കഴിഞ്ഞ ഷിഫ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലെ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ സെയിം ആയിരുന്നു. എങ്ങനെയാ വരുന്നത്? x/y is equal to 7/3 എന്ന് വരും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? x plus y എന്ന് പറഞ്ഞാൽ 7 plus 3 ആണ്. x minus y എന്ന് പറഞ്ഞാൽ 7 minus 3 ആണ്. നമുക്ക് എന്ത് വരും? 10/7 minus 3 എന്ന് പറഞ്ഞാൽ 4 ആണ്. എന്ത് വരും? 5/2 എന്ന് വരും. 5:2 ആണ് നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു സെക്കൻഡ് ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. തേർഡ് ഡേ സെക്കൻഡ് ഷിഫ്റ്റിൽ ചോദിച്ച മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തത്. പറഞ്ഞു തന്ന ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കിനി എന്ത് ചെയ്യാം? അടുത്ത ഷിഫ്റ്റ് തേർഡ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് കൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നോക്കിയേ, ഒരു ക്യൂബിന്റെ ഒരു ഫേസിന്റെ പെരിമീറ്റർ 48 സെന്റിമീറ്റർ. ക്യൂബ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ ആണ് അല്ലെ? അപ്പൊ പെരിമീറ്റർ എന്താണ്? 4a ആണ് നമുക്ക് 48 ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പൊ എയുടെ വാല്യൂ എന്താ വരിക? 48/4 എന്ന് വരും. ദാറ്റ് മീൻസ് 12 സെന്റിമീറ്റർ ആണ് ഒരു സൈഡ് എന്ന് പറയുന്നത്. ഇനി ക്യൂബിന്റെ വോള്യം എന്താണ്? a ക്യൂബ് ആണ് അല്ലെ? അപ്പൊ എന്ത് ചെയ്താൽ മതി? 12 ക്യൂബ് ചെയ്താൽ മതി. ഓക്കെ, 12ന്റെ ക്യൂബ് കാണാനായിട്ട് നമ്മൾ എന്താ ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്താ ചെയ്യാം? 12ന്റെ ക്യൂബ് കാണാനായിട്ട് അതിന് ഒരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്. ആൻസർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് 2 ക്യൂബ് 8 ആണ് അല്ലെ? ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് നോക്കുക, 8 വരുന്നത് ഏതാണ് നോക്കുക, അത് അങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക. 2ൽ കൂടുതൽ 8, രണ്ടെണ്ണമൊക്കെ 8 വരുവാണ് യൂണിറ്റ് ഡിജിറ്റ് എന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? നമ്മൾ ആൻസറിലേക്ക് കടന്നാൽ മതി. ഓക്കെ, 3 ഡിജിറ്റ് അല്ല എന്നുള്ളത് നമുക്ക് എന്തായാലും അറിയാം. പിന്നെയുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ, അടുത്തത്, a shopkeeper buys an item for rupees 319.60. At what approximate price should he sell the item
to earn a profit of 25%. Okay. അപ്പം ഒരു നമ്പറിന്റെ 100% എന്ന് പറയുന്നത് 319.60 ആണെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ 125% എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ മതി? ഇത് എങ്ങനെയാ ചെയ്യുക നമ്മള്? ഈ ഒരു വാല്യൂ എക്സ് കാണാനായിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു മെത്തേഡ് ഉണ്ട്. 319.60 into 125 divided by 100. 5. ഇപ്പൊ എന്ത് കിട്ടും? 319.60. 319.6 എന്ന് പറഞ്ഞാല് 70 divided by 4 ചെയ്യുമ്പോൾ നമുക്ക് 79.9 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ 79.9 into 5 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? 399.5 എന്നാണ് ഒരു പ്രൈസ് കിട്ടുന്നത്. അത് അപ്രോക്സിമേറ്റ് ആണ്. നമ്മൾ അതിനെ എത്രയായിട്ട് എടുക്കും? 400 ആയിട്ട് എടുക്കും. 400 ആയിട്ടാണ് നമ്മൾ അത് എടുക്കുന്നത്. അപ്പൊ ഈ കാൽക്കുലേഷൻ ഞാൻ അധികം ചെയ്ത് കാണിക്കുന്നില്ല, പറഞ്ഞു തന്നിട്ടുണ്ട്, അതിവിടെ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. നിങ്ങൾ അത് ചെയ്ത് നോക്കുക. ഇത് തന്നെയല്ലേ ആൻസർ വന്നത് എന്നുള്ള കാര്യം കൺഫേം ചെയ്യുക. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സ്ഫിയറിന്റെ റേഡിയസ് 50% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സർഫസ് ഏരിയയിൽ ഉണ്ടാവുന്ന ഇൻക്രീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 50 + 50 + 50 into 50 divided by 100 അല്ലെ? ഇതല്ലേ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്. അപ്പൊ ഇവിടെ എന്താണ്? 100 into 100 plus 2500 divided by 100 അല്ലെ? അപ്പൊ നമുക്കിനി ഇവിടെ എന്ത് കിട്ടും? ഇവിടെ 10,000 എന്ന് കിട്ടും. അപ്പൊ എന്ത് കിട്ടും? 12,500 divided by 100 എത്രയാണ്? 125% ആണ് സർഫസ് ഏരിയയിൽ ഇൻക്രീസ് ഉണ്ടാവുന്നത്. 125%. ഓക്കെ, ഇത് സിമ്പിൾ ആണ്. സുമിത്ത് 10 കിലോമീറ്റർ 120 മീറ്റർ സ്കൂട്ടറിലും 1 കിലോമീറ്റർ 970 മീറ്റർ നടന്നിട്ടും 15 കിലോമീറ്റർ 850 മീറ്റർ ബസ്സിലും പോയി. ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്താൽ മതി? 10 + 1 + 15 ചെയ്തു. ഇനി ഇവിടെ 120 + 970 + 850 ചെയ്യാം. ആദ്യം ഇത് ചെയ്യണം കേട്ടോ. അപ്പോഴേ നമുക്കിനി കിലോമീറ്റർ ഇതിലേക്ക് ആഡ് ചെയ്യണമെന്ന് അറിയുള്ളൂ. ഇവിടെ എത്രയാണ്? 5 + 2 7, 7 + 7 14, 4 1, 9 + 1 10, 8 + 1 9, 9 + 9 എത്രയാണ്? 18 + 1 19. 1 അപ്പൊ എത്രയാണ്? 1 കിലോമീറ്റർ 940 മീറ്റർ ആണ് അല്ലെ? അപ്പൊ ഇവിടെ ഒരു 1 കിലോമീറ്റർ കൂടെ ആഡ് ചെയ്യണം. 5 + 1 6, 7 27 കിലോമീറ്റർ 940 മീറ്റർ ആണ് സുമിത്ത് ടോട്ടൽ ആയിട്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ വിചാരിക്കും അയ്യേ ഇത് ആഡ് ചെയ്യാനേ ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ മീറ്ററും കിലോമീറ്ററും പ്രോപ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആകെ കൂടെ ആൻസർ മൊത്തത്തിൽ തെറ്റിപ്പോകും. ഓക്കെ, അടുത്തത് ഒരു അമ്മ, മകൻ, മകൾ ഇവരുടെ വയസ്സാണ് നമുക്ക് തന്നിരിക്കുന്നത്. അവരുടെ സം ഓഫ് ഏജ് 70 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, മകന്റെ വയസ്സ് x ആണെങ്കിൽ അമ്മയുടെ വയസ്സ് 3x ആണ്. ത്രൈസ് ദ ഏജ് ആണ് പറഞ്ഞിട്ടുണ്ട്. മകളുടെ വയസ്സ് എത്രയാണ്? മകന്റെ വയസ്സിനേക്കാൾ 5 വയസ്സ് കൂടുതലാണ്. ഓക്കെ, ഇത് സം ചെയ്താല് നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 70 ആണ്. അമ്മയുടെ വയസ്സ് 3x ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 3x + 4x 5x. 5x is equal to 65. 70 - 5 65 എന്ന് കിട്ടും. x എന്ന് പറഞ്ഞാൽ എത്രയാണ്? 65 divided by 5 എന്ന് പറയുമ്പോൾ 1 3. x 13 ആണ്. 13 into 3 എന്ന് പറഞ്ഞാൽ 39 years ആണ് അമ്മയുടെ വയസ്സ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ വലിയ ഭീമാകാരനായ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് തോന്നും. പക്ഷെ എന്തേ ഉള്ളൂ, ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാനായിട്ടും പറ്റുന്നുണ്ട്. ഓക്കെ, അടുത്തത് 2400 രൂപ എക്കും ബിക്കും 7:5 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. എയുടെ ഷെയർ ആണ് ചോദിച്ചിരിക്കുന്നത്. 2400 into എയുടെ റേഷ്യോ 7 ആണ്. ടോട്ടൽ റേഷ്യോ എത്രയാണ്? 7 + 3 10 + 2 12. ഇവിടെ
2 എന്ന് വരും. 7 into 2 14. 1400 രൂപയാണ് ആർക്ക് കിട്ടുന്നത്? എക്ക് കിട്ടുന്ന ഷെയർ. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയൊക്കെയാ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അടുത്തത് ആദ്യത്തെ 12 മൾട്ടിപ്പിൾസ് 11 എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ മൾട്ടിപ്പിൾ പ്ലസ് 12ാമത്തേത് 12 into 11. 11 into 11 എത്രയാണ്? 11 into 11 121 ആണ്. പ്ലസ് 11 എന്ന് പറയുമ്പോൾ 132 ആണ്. എഗെയിൻ ഒരു പ്ലസ് 11 ചെയ്യുമ്പോൾ 341. അപ്പൊ നമുക്ക് ഇവിടെ ടോട്ടൽ എന്താ കിട്ടുന്നത്? 143 by എത്ര കിട്ടും? എന്ത് ചെയ്താൽ മതി? 2 ചെയ്താൽ മതി അല്ലെ? 143 by 2 എന്ന് പറയുമ്പോൾ 71.5 ആണ് ആവറേജ് വരുന്നത്. ഓക്കെ, 12 മൾട്ടിപ്പിൾസും ഇരുന്ന് ചെയ്യുന്നതിലും എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് മൾട്ടിപ്പിളും ലാസ്റ്റ് മൾട്ടിപ്പിളും ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. ഓക്കെ, ഇനി എയുടെ സാലറി എന്ന് പറയുന്നത് ബിയുടെ സാലറിനേക്കാൾ 20% കുറവാണ്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടി? എയുടെ സാലറി ബിയുടെ സാലറി 100 ആണെങ്കിൽ എയുടെ സാലറി എത്രയാണ്? 80 ആണ്. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബിയുടെ സാലറി എയുടെ സാലറിനേക്കാൾ എത്ര പെർസെൻറ്റേജ് കൂടുതലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് 20 അല്ലേ? അപ്പൊ ബി എത്രയാണ്? ബിയുടെ സാലറി കൂടുതൽ 20 ആണ് കൂടുതൽ. എത്രയിൽ നിന്നും? 80ൽ നിന്നും 20 ആണ് കൂടുതൽ വരുന്നത് അല്ലെ? അപ്പൊ ഇത് ഇങ്ങനെ ചെയ്താൽ മതി. എത്രയാണ് കൂടുതൽ എന്ന് പറഞ്ഞാൽ 1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25% ആണ്. ഇൻറ്റു 100 ചെയ്താലും നമുക്ക് എളുപ്പത്തിൽ കിട്ടും. 1/4 നമുക്ക് അറിയണത് കൊണ്ട് 25 എന്ന് ഞാൻ ഡയറക്റ്റ് ആയിട്ട് എഴുതിയെന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഇതൊരു സിമ്പിൾ മെത്തേഡാണ് കേട്ടോ. അടുത്തത് ഒരാളുടെ മന്ത്ലി ഇൻകം എന്ന് പറയുന്നത് 13,500 രൂപയാണ്. എക്സ്പെൻഡിച്ചർ 9,000 ആണ്. ഓക്കെ, അപ്പം സേവ് ചെയ്യുന്നതിന്റെ പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. സേവ് ചെയ്യുന്ന എമൗണ്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 13,500 മൈനസ് 9,000 ചെയ്താൽ മതി അല്ലേ? അപ്പൊ സേവ് ചെയ്യുന്ന എമൗണ്ട് 4,500 ആണെന്ന് കിട്ടി. ഈ 4,500 എന്ന് പറയുന്നത് 13 അതിന്റെ എത്ര പെർസെൻറ്റേജ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 4,500 into 100 divided by 13,500. 0 0 then ഇവിടെ 45ഉം നമുക്ക് എന്താ വരുന്നത്? 135 ആണ് വരുന്നത്. അപ്പം ഇത് ക്യാൻസൽ ചെയ്താലും കുഴപ്പമില്ല. നമുക്ക് എന്ത് കിട്ടും? 135 4,500ൽ എത്ര ടൈംസ് ആണ് പോവുക എന്ന് നോക്കുക. 3 എന്ന് നമുക്ക് കിട്ടും. 3 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. 33.33 മാത്രമേ നമുക്ക് ഓപ്ഷനിലുള്ളൂ. അതാണ് ആൻസർ എന്ന് അങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ മാക്സിമം നമ്മൾ കാൽക്കുലേഷൻ ഫൈനൽ ആൻസറിലേക്ക് എത്തുമ്പോൾ ഓപ്ഷനിലേക്ക് ചെക്ക് ചെയ്യുക. ഓപ്ഷനിൽ യൂണിറ്റ് ഡിജിറ്റോ ഫസ്റ്റ് ഡിജിറ്റോ നോക്കുക. കൺഫർമേഷൻ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അത് അങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 5118 താഴെ തന്നിരിക്കുന്ന ഏത് നമ്പറിലാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 5 കൊണ്ട് എന്തായാലും ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ ഏത് നമ്പർ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടുപിടിച്ചിട്ട് എനിക്ക് ആൻസർ പറഞ്ഞു തരിക. ഓക്കെ, അടുത്തത് ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ഷിഫ്റ്റിലും ചോദിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ ജസ്റ്റ് നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? അവിടെ മെയിലും ഫീമെയിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ മെയിൽ മാത്രം ചെയ്യുമ്പോൾ എത്ര ദിവസം എടുക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതൊന്ന് വർക്ക്ഔട്ട് ചെയ്യുക, എനിക്ക് ആൻസർ പറഞ്ഞു തരാം. പ്രത്യേകിച്ച് ഒരു ഡിഫറൻസും ഇല്ല, മെയിലിന്റെ മാത്രം കണ്ടുപിടിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്തത് sec 4a is equal to cosec 3a minus 50. 4aയും 3aയും acute angles ആണ്. cosec a plus 25യുടെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. cosec 90 minus a എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? sec a ആണെന്ന് അറിയാം. അപ്പൊ ഇവിടെ നോക്ക്, cosec നമ്മൾ എന്ത് ചെയ്യാണ്? 90 minus 4a is equal to നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? cosec 3a minus 50. ഓക്കെ, അപ്പൊ ഇത് രണ്ടെണ്ണം കൂടെ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 140 is equal to 7a എന്ന് കിട്ടും. എയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? 20 ആണെന്ന് കിട്ടും. അപ്പൊ ഇനി എന്ത് ചെയ്താൽ മതി? എയുടെ വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടിയിരുന്നത്, അതാണ് ചെയ്തത്. അപ്പൊ എന്ത് കിട്ടും? cosec 45ന്റെ വാല്യൂ ആണ് അല്ലെ? cosec 45 എന്ന് പറഞ്ഞാൽ എന്താണ്? √2
2 ആണ് cosec 45. √2 ആണ് cosec 45 എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഒരു ഐറ്റത്തിന്റെ മാർക്കഡ് പ്രൈസ് എന്ന് പറയുന്നത് അതിന്റെ കോസ്റ്റ് പ്രൈസിനേക്കാൾ 50% കൂടുതലാണ്. ഓക്കെ, അപ്പൊ മാർക്കഡ് പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട് 1500. അപ്പൊ സി പി എന്ന് പറഞ്ഞാല് 150%, സി പിയുടെ 150% ആണ് എന്ത് 1500 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സി പി എന്താണെന്ന് പറയാ 1500 into 100 divided by 150 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 15 1 ആണ്, സി പി എത്ര വരും 1000 ആണ് സി പി വരുന്നത്. ഓക്കെ, സി പിയുടെ വാല്യൂ 1000 രൂപയാണ് വരുന്നത്. അടുത്തത് 10 ഒബ്സർവേഷൻസിന്റെ ആവറേജ് 46 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സം എങ്ങനെ കിട്ടും, 10 into 46 ചെയ്യുമ്പോൾ സം ഓഫ് 10 ഒബ്സർവേഷൻസ് എന്ന് പറഞ്ഞാല് 460 ആണ്. അവിടെ പക്ഷെ ഒരു മിസ്റ്റേക്ക് വന്നു, 142ന് പകരം നമ്മൾ 42 എന്നാണ് മാർക്ക് ചെയ്തത്. അപ്പൊ എന്ത് ചെയ്തു, 460ൽ നിന്നും 42 മൈനസ് ചെയ്തു. 460 42 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 418 എന്ന് കിട്ടി. അതിലേക്ക് ഒറിജിനൽ ഒബ്സർവേഷൻ ആയ 142 ആഡ് ചെയ്തു. ആൻസർ എന്ത് കിട്ടി, 560 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മളോട് ആവറേജ് ചോദിച്ചിട്ടുണ്ട്. 10 ആണ് ഒബ്സർവേഷൻ, അപ്പൊ ആവറേജ് എന്താണ് 56 ആണ് ആവറേജ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 3 ഡിജിറ്റ് നമ്പറിന്റെ യൂണിറ്റ് ഡിജിറ്റ്, അതായത് യൂണിറ്റ് ഡിജിറ്റിന്റെ 1, 10ന്റെ ഡിജിറ്റ് 2, then എന്താണ് 100 ഡിജിറ്റ് 3. ഇതാണ് റേഷ്യോ. അപ്പൊ നമ്മളോട് നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ 3 to 1 റേഷ്യോ വരുന്ന നമ്പേഴ്സ് ഇവിടെ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. 3 to 1 ഇതല്ല, 3 to 1 ഇതുമല്ല, 3 to 1 ഇതുമല്ല, 3 to 1 ഇതാണ് റേഷ്യോ, ഇതാണ് ആൻസർ. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ആ റേഷ്യോ എന്താണെന്ന് ചെക്ക് ചെയ്യുക, അത് അങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് വെക്കുക. ക്വസ്റ്റ്യൻ കാണുമ്പോൾ വലിയ ക്വസ്റ്റ്യൻ ഒക്കെ പോലെ തോന്നും, ഒരു ആവശ്യമില്ല അതിന്റെ ഒന്നും. ഓക്കെ, ഇനി ഇവിടെ എന്താണ്, 256 raised to 0.16 into 256 raised to 0.09 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഏത് ഫോമാണ്, a raised to m into a raised to n ഫോമാണ്, a raised to m plus n ആണ്. അപ്പൊ ഇവിടെ എന്താണ് 256 raised to എത്രയാ വരുന്നത് 0.25 എന്ന് വരും. 25 എന്ന് പറഞ്ഞാൽ എന്താണ് 1/4 ആണ്. അപ്പൊ അതെന്താണ് 256ന്റെ ഏതോ ഒരു നമ്പർ 4 വട്ടം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 256 കിട്ടണം. ഓക്കെ, അപ്പൊ 64ഉം 256ഉം ആയിരിക്കില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നു. 4 ഒന്ന് ചെയ്ത് നോക്കാം അല്ലെ. 4 into 4 എത്രയാണ് 16 ആണ്. into 4 ചെയ്യുമ്പോൾ നമുക്ക് 64 കിട്ടും. into 4 ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത് 256 ആണ് കിട്ടുന്നത്. അപ്പൊ 4 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 16% ആനുവൽ ഇൻട്രസ്റ്റില് 480 സിമ്പിൾ ഇൻട്രസ്റ്റ് 3 വർഷത്തേക്ക് തരികയാണെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് പി എന്ന് പറഞ്ഞാല് നമുക്ക് എങ്ങനെ എഴുതാം, സിമ്പിൾ ഇൻട്രസ്റ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയർ. ഓക്കെ, അപ്പൊ 16 480ല് എത്ര ടൈം ആണ് പോകുന്നത് ആദ്യം ചെക്ക് ചെയ്ത് നോക്കുക. എത്ര ടൈം പോകും, 3 ടൈം പോകും. ഇവിടെ 13 വരും. 3 30ൽ 10 ടൈംസ്. പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ് 1000 rupees ആണ് പ്രിൻസിപ്പൽ എമൗണ്ട് വരുന്നത്. ഓക്കെ, 1000 rupees ആണ് പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ട് നമുക്ക് അവിടെ കിട്ടുന്നത്. ക്ലിയർ ആയില്ലേ? നമുക്കിനി ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ട്രെയിൻ ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 45 km/h ക്രോസസ് എ പോൾ ഇൻ എത്ര സെക്കൻഡിലാണ് 24 സെക്കൻഡിൽ ക്രോസ് ചെയ്യുന്നുണ്ട്. ട്രെയിനിന്റെ ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. പോൾ ആണെങ്കിൽ ഡിസ്റ്റൻസ് തന്നെയാണ് ലെങ്ത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാല് എന്താണ് സ്പീഡ് ഇൻറ്റു ടൈം ആണ് അല്ലെ. ഇവിടെ സ്പീഡ് km/h ആണ്. അതിനെ m/s ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം 5/18 ചെയ്യണം. ഇൻറ്റു 24 കൂടെ ഇവിടെ ചെയ്യണം. 3ല് 6 ടൈംസ് ആണ് 18 അല്ല സോറി 6ല് 3 ടൈംസ് 18 പോകും. ദെൻ 4 ടൈംസ് 24 പോകും. 345ല് 15 ടൈംസ് പോകും. 15 into 4 എത്രയാണ് 60 ആണ്. 60 into 5 എത്രയാണ് 300 ആണ്. സോ 300 മീറ്റർ ആണ് ട്രെയിനിന്റെ ലെങ്ത് എന്ന് പറയുന്നത്.
ക്ലിയർ ആയില്ലേ? പോള്, മാന്, ഇവരെയൊക്കെ ഒരു മനുഷ്യനെ ഒരു പോളിനെ ഒക്കെ ക്രോസ് ചെയ്യാണ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഡിസ്റ്റൻസ് എന്തായിട്ട് തന്നെയാണ് എടുക്കുക? ട്രെയിനിന്റെ ലെങ്ത് തന്നെയാണ് നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുക. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡേ 3 ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഷിഫ്റ്റുകളിലായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിൽ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് തന്നെയാണ്, റിപ്പീറ്റ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ചിലത് സെയിം വാല്യൂസും സെയിം മെത്തേഡും തന്നെയാണ്. ആൻസർ മാത്രം ഒരെണ്ണം സമ്മ് ചോദിക്കും, ഒരെണ്ണം ഡിഫറൻസ് ചോദിക്കും. അങ്ങനെയുള്ള ചെറിയ ചെറിയ ഡിഫറൻസിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതോട് കൂടിയിട്ട് തേർഡ് ഡേയിലെ മാത്സിലെ എല്ലാ ഷിഫ്റ്റും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് നല്ല യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ലെങ്ത് കുറച്ച് കൂടുതലാണ്, അത് നമ്മൾ 3 ഷിഫ്റ്റും കൂടി ഒരുമിച്ച് കംപ്ലീറ്റ് ചെയ്യണോണ്ട് നമുക്ക് കുറച്ച് ലെങ്തി ആവുന്നതാണ്. അപ്പം തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും. നല്ല രീതിയിൽ തന്നെ ഇത് പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ ജെഇക്ക് നല്ല യൂസ്ഫുൾ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ടെക്നീഷ്യൻ ആണെങ്കിലും വരുന്ന NTPCക്കും ഒക്കെ യൂസ്ഫുൾ ആയിരിക്കും. ഈ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും RRBയുടെ പാറ്റേൺ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഒരേ മെത്തേഡ് തന്നെയായിരിക്കും എവിടെ ചോദിക്കുന്നുണ്ടാവുക, എല്ലാ എക്സാമിനും ചോദിക്കുന്നുണ്ടാവുക. വാല്യൂസ് മാത്രമേ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ കൂടുതൽ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഓൾറെഡി 1.5 hours അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ. അപ്പൊ എന്ത് ചെയ്യുക, നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ഇതുവരെ ചെയ്ത സപ്പോർട്ട് ഇനി അങ്ങോട്ടേക്കും കണ്ടിന്യൂ ചെയ്യാം. ഇനി കാണുന്നത് വരേക്കും താങ്ക് യു.